2024 ഇന്ത്യയോട് പറയുന്നതെന്ത്? 56 ഇഞ്ചിൻ്റെ നെഞ്ചളവ് ചുരുങ്ങി, ഗ്യാരണ്ടി പോയിട്ട് വാറണ്ടി പോലുമില്ല. ഏതാണ്ട് 59 സീറ്റുകളുടെ കുറവാണ് 2019 അപേക്ഷിച്ച് ബി ജെ പിക്ക് ഇത്തവണ സംഭവിച്ചത്. ഇന്ത്യ മുന്നണി വലിയ നേട്ടം നേടി. കേരളത്തിലേക്കെത്തിയാൽ ഇടത് പഴയ സ്റ്റാറ്റസ് നിലനിർത്തി. പക്ഷേ ഒരു സീറ്റ് കുറഞ്ഞെങ്കിലും UDFും തിളക്കം നേടി. പക്ഷേ ഇരു മുന്നണികൾക്കും ആഘാതമായി തൃശ്ശൂരിലെ BJPയുടെ എടുപ്പ് ഒരു 1.5 ലോക്സഭയിൽ BJP അക്കൗണ്ട് തുറന്നു. ബൈ ദ ബൈ, ഇനി കളികൾ സ്വാഭാവികമായും ഡൽഹിയിലാണ്. ആടുന്ന കക്ഷികളിൽ ആര് അധികാരം നേടും? എന്തൊക്കെയാണ് മുന്നണികൾക്ക് മുന്നിലെ സാധ്യതകൾ? 2024 പ്രധാനമന്ത്രി ആര്? കേരള വിഷൻ ന്യൂസ് ചർച്ച ചെയ്യുന്നു. ഭരണയന്ത്രം ആർക്ക്? കോൺഗ്രസ് പ്രതിനിധിയായി നിജേഷ് അരവിന്ദ്, അഡ്വക്കേറ്റ് രാജീവ് CPIM പ്രതിനിധി, BJP നേതാവ് പൃന്ദു, ഒപ്പം രാഷ്ട്രീയ നിരീക്ഷകനായി റജി ലൂക്കോസ് എന്നിവർ നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കും. ആദ്യം നിജേഷ് അരവിന്ദിലേക്ക് പോകുന്നു. നിജേഷ് അരവിന്ദ്, രാജ്യത്തും കേരളത്തിലും UDFന് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് വലിയ നേട്ടം ഉണ്ടായി. ഇനിയുള്ള നീക്കങ്ങൾ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ കോൺഗ്രസിന് പറയാനുള്ളത്? നിജേഷ് അരവിന്ദ് എന്ന് പറഞ്ഞുകൂടാ. ഒരു സ്റ്റോപ്പിൽ കോൺഗ്രസ് ഒരു ദീർഘകാല യാത്രയിലായിരുന്നു. ആ യാത്രയുടെ ഏകദേശം ഒരു പര്യവസാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ പര്യവസാനത്തിൽ ഒരു തുള്ളി രക്തം ചിന്താതെ, ഒരാളെ കൊല്ലാതെ, ഏതെങ്കിലും ഒരു ചോരയ്ക്ക് വില പറയാതെ, ഏതെങ്കിലും ഒരു കലാപമുണ്ടാക്കാതെ, ആരെങ്കിലും കുതികാൽ വെട്ടാതെ സ്നേഹത്തിൻ്റെ ഒരു ജാഥയായിരുന്നു. ആ ജാഥ വിജയിച്ചു. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യയുടെ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയോട് ഒപ്പം ചേർന്നു. ആ ഒപ്പം ചേർന്ന ജനങ്ങളുടെ വിശ്വാസത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ട് സാധ്യമായ രീതിയിലെല്ലാം ഇന്ത്യയുടെ ഭരണചക്രം തിരിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് കോൺഗ്രസ് നീങ്ങും. കോൺഗ്രസ് ഒറ്റയ്ക്കല്ല, കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് ഒറ്റ മനസ്സായി പോരടിയ, ഒരേപോലെ ഒരു ഈഗോ ക്ലേശമില്ലാതെ ഒരു മനസ്സായി ഒരു ജയത്തിനു വേണ്ടി പോരാടിയ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുമായി ആലോചിച്ച് മുന്നോട്ട് പോകും. അഹന്തയുടെ ഭാഷയ്ക്കുള്ള മറുപടിയാണ് ഇന്ത്യയിലെ ജനങ്ങൾ കൊടുത്തിരിക്കുന്നത്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു പരിപാടി, BJPയുടെ സംഘടനാ സംവിധാനത്തിൽ നമ്മൾ ഒരിക്കൽ പോലും കേൾക്കാത്ത ഗ്യാരണ്ടി, ഒരു വ്യക്തിക്ക് ഗ്യാരണ്ടി കൊടുക്കാനുള്ള അവകാശം കൊടുത്ത് ആ ഗ്യാരണ്ടി എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി. അദ്ദേഹം മത്സരിച്ച വാരാണസിയിൽ കഴിഞ്ഞ തവണ 4,80,000-ലധികം വോട്ടുകൾക്ക് വിജയിച്ച വാരാണസിയിൽ ഇത്തവണ 1.5 ലക്ഷം വോട്ടിന് കടന്നുകൂടുന്ന ഒരു സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ ഒട്ടനവധി മന്ത്രിമാർ പരാജയപ്പെട്ടു. BJPയുടെ കോട്ടക്കൊത്തളം എന്ന് അവകാശപ്പെട്ട ഡബിൾ എഞ്ചിൻ മെഷീൻ എന്ന് പറഞ്ഞ ബുൾഡോസർ ബാബ എന്ന് അഹങ്കരിച്ച ഉത്തർപ്രദേശ് മുതൽ മഹാരാഷ്ട്ര മുതൽ എല്ലായിടത്തും തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് BJPയെ മൂലക്കിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നത്. ആ ജനങ്ങളുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കുക തന്നെയാണ് നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ ശരിയായിരിക്കും, പക്ഷേ അക്കത്തിൽ ശരിയല്ല. കാരണം തൃശ്ശൂരിൽ K മുരളീധരന്റെ രക്തം ചിന്തി. ഒരിക്കലുമില്ല. കേരളത്തിൻ്റെ നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ 20 സീറ്റുള്ള കേരളത്തിൽ ഒരു സീറ്റ് സുരേഷ് ഗോപി ജയിച്ചു. അത് സുരേഷ് ഗോപിയുടെ ജയമാണ്. ആ ജയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. അവിടെ K മുരളീധരൻ എന്ന വ്യക്തിക്കല്ല. അവിടെ ഒരു സംഘടനാപരമായി നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ട്, അത് പരിശോധിക്കും. വലിയൊരു വിജയത്തിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ചെറിയ പരാജയത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്നത് ശരിയല്ല. അതിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമില്ല. സ്വാഭാവികമാണ്. 20 സീറ്റുകൾ മത്സരിക്കുമ്പോൾ, കഴിഞ്ഞ തവണ ഞങ്ങൾ മത്സരത്തിന് പോകുമ്പോൾ ഞങ്ങളുടെ കയ്യിൽ 18 സീറ്റുകൾ ഉണ്ടായിരുന്നു. കോട്ടയവും ആലപ്പുഴയും ഒഴിച്ച് 18 സീറ്റുകൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ആലത്തൂരും തൃശ്ശൂരും ഒഴിച്ച് 18 സീറ്റുകൾ ഇപ്പോഴും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കൈകളിൽ ഭദ്രമാണ്. ഞങ്ങൾക്ക് സാങ്കേതികമായി ഞങ്ങൾക്ക് സീറ്റ് നഷ്ടം ഉണ്ടായിട്ടില്ല. കോൺഗ്രസിന് ഒരു സീറ്റ് കുറഞ്ഞു എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ ആവശ്യമായ നടപടികളിലേക്ക് പോകും. തമിഴ്നാട്ടിൽ മുഴുവൻ സീറ്റും കിട്ടിയിട്ടുണ്ട്. കർണാടകയിൽ 10 സീറ്റ് എന്ന മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. തെലങ്കാനയിൽ 8 സീറ്റ് എന്ന മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. മഹാരാഷ്ട്രയിൽ കാലങ്ങൾക്ക് ശേഷം അശോക് ചവാൻ വരെ പിറകിൽ നിന്ന് കുത്തി കടന്നുപോയി. EDയും നേരത്തെ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ED, സർക്കാർ ഏജൻസികൾ, കോൺഗ്രസിന്റെ അക്കൗണ്ട് പൊട്ടിച്ച്, ഇന്റലിജൻസ് എന്ന് തുടങ്ങി സർവ്വമാന സംവിധാനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി ആക്രമിച്ചപ്പോൾ
അതിൽ നിന്ന് ജയിച്ചു കയറിയ ഒരു കോൺഗ്രസിനെ അഭിനന്ദിക്കാനല്ലേ നമ്മൾ സമയം കണ്ടെത്തുന്നത്? 19-1 നിങ്ങളുടെ സ്റ്റാറ്റസ്, അത് 18 ചുരുങ്ങുന്നു. 1. 2, BJP, അത് UDF-നും അതെ LDF-നും അതെ വലിയ ആഘാതമാണ്. BJP ആണ് ആ സീറ്റ് കൊണ്ടുപോയത്. ഞാൻ നോക്കൂ, TN പ്രതാപൻ 4,15,081 വോട്ടുകൾ TN പ്രതാപൻ 2019 നേടി UDF സ്ഥാനാർത്ഥി. അതിപ്പോൾ K മുരളീധരനായപ്പോൾ 3,28,124 ചുരുങ്ങി. അതായത് ഏതാണ്ട് 1 ലക്ഷത്തിനടുത്ത് വോട്ടിന്റെ കുറവ് കോൺഗ്രസിന് എങ്ങനെ സംഭവിച്ചു? LDF അവരുടെ വോട്ട് ഷെയർ കൂട്ടുകയാണ് ചെയ്തത്. കാരണം 3,21,000 നിന്ന് 3,37,000 ആക്കി, തോറ്റുവെങ്കിൽ പോലും. പക്ഷെ കോൺഗ്രസ് 1 ലക്ഷത്തിനടുപ്പിച്ച് വോട്ട് കുറഞ്ഞു. അതെങ്ങനെ നിതേഷ്? ഞാൻ കോൺഗ്രസ് സാങ്കേതികമായി ഞാൻ പറയാൻ തൽക്കാലം ആഗ്രഹിക്കുന്നില്ല എങ്കിൽ പോലും 2014 CPM-ന് കിട്ടിയ വോട്ടുകളും 2024 കിട്ടിയ വോട്ടുകളും നിങ്ങളൊന്ന് കമ്പയർ ചെയ്യും. കഴിഞ്ഞ തവണ 2014 CPM-ന്റെ കൈവശമുണ്ടായിരുന്ന LDF-ന്റെ കൈവശമുണ്ടായിരുന്ന വോട്ടുകളാണ് നേരത്തെ നഷ്ടപ്പെട്ടത്. ആ ബെനിഫിറ്റ് ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. ഇത്തവണ ഞങ്ങൾക്ക് പാളിച്ച സംഭവിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പഠിക്കും, അത് ഞങ്ങൾ തിരുത്തും. അതിനപ്പുറത്ത് ഞങ്ങൾ എന്ത് പറയാനാണ്? ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ വിജയത്തിലേക്ക്, ഇന്ത്യ രാജ്യത്തുടനീളം നിന്നുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിച്ചു. ഇനി K മുരളീധരൻ ബാക്കി പറഞ്ഞോളും തുടർന്നുള്ള മണിക്കൂറുകളിൽ. നമുക്ക് കാണാം, കേൾക്കാം. നിജേഷ്, ഞാൻ തിരിച്ചെത്താം. ഇപ്പോൾ BJP നേതാവ് പൃന്ദു കൂടി ചേരുകയാണ്. പൃന്ദു, ഒടുവിൽ പവനായി ശവമായി മലപ്പുറം കത്തി. 12-ാം തീയതി G7-ൽ പ്രധാനമന്ത്രിയാകാനുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യൽ, സെറമണിക്കുള്ള പന്തലൊരുക്കൽ, ഒടുവിൽ പവനായി ശവമായി. കേവല ഭൂരിപക്ഷം പോലുമില്ല. 59 സീറ്റുകളിലാണ് BJP നഷ്ടപ്പെട്ട് പിന്നിലാകുന്നത്. എന്തൊക്കെയായിരുന്നു വാചകങ്ങൾ? ഇതിനകത്ത് BJP എന്താണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശങ്ങളെല്ലാം നടപ്പിലായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് പ്രതീക്ഷയാണല്ലോ തെരഞ്ഞെടുപ്പ്. ആ പ്രതീക്ഷയ്ക്ക് മുന്നോടിയായി 400 സീറ്റോ 450 സീറ്റോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു രാജ്യത്ത് ഒരു ട്രെൻഡ് ഉണ്ടാക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് ഒരു രാഷ്ട്രീയ ഈ പ്രചരണത്തിൽ എന്തും പറയാം. അത് പണ്ട് ശ്രീധരൻപിള്ളയും പറഞ്ഞു. അതൊക്കെ ഇലക്ഷന് വേണ്ടി പറയുന്ന അജണ്ടയും പ്രഖ്യാപനമാണല്ലോ. തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയല്ലല്ലോ എന്ന്. അത് BJPക്ക് അങ്ങനെ മാറ്റി പറയാം. പക്ഷെ എന്തുകൊണ്ട് തോറ്റു? ലളിതമായ ഇതിനകത്ത് നമ്മളൊരു തർക്കത്തിനപ്പുറത്തേക്ക് സത്യസന്ധമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്ക് ഈ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയിൽ 10 വർഷമായിട്ട് ഒരു സർക്കാർ മുന്നോട്ട് പോവുകയാണ്. 2014 മുതൽ 2024 വരെ ഒരു സർക്കാർ മുന്നോട്ട് പോകുന്നു. സ്വാഭാവികമായിട്ട് ഇന്ന് മോഡി സർക്കാരിന്റെ ആദ്യത്തെ 5 വർഷം പോലെയല്ല പിറ്റത്തെ 5 വർഷം. കാരണം മുരട് മൂർഖൻ പാമ്പുകളൊക്കെ ഒരുമിച്ച് ഈ രാജ്യത്ത് ഏതൊക്കെ ചെറുകിട വൻകിട അഴിമതി രാഷ്ട്രീയക്കാരും മുന്നണികളും ഒക്കെ BJPക്ക് അതിൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പോരാടിയ ഒരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിനെ അതിജീവിക്കുമ്പോൾ അതിനനുസൃതമായ സ്ട്രാറ്റജി കൃത്യമായിട്ട് BJP പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ ഈ മുള്ളും മുരുക്കും മൂർക്കം പാമ്പും ഒക്കെ നിങ്ങൾ പറയുന്നുണ്ട് എതിരുണ്ടെന്ന്. പക്ഷേ ED-യെയും CBI-യെയും കേന്ദ്ര ഏജൻസികളെയും ഉപയോഗിച്ച് ഈ മൂർക്കം പാമ്പിന്റെ പണി കാണിച്ചത് ആരാണ് ഈ 5 കൊല്ലം അല്ലെങ്കിൽ ഈ 10 കൊല്ലം? അങ്ങനെയല്ല സാർ, ഈ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയ്ക്ക് അനുവദനീയമല്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കള്ളപ്പണക്കാരെയും കൊള്ളപ്പണക്കാരെയും കൽത്തുറങ്കിൽ അടയ്ക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി. ഞങ്ങൾ ആരോടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ഞങ്ങൾ അങ്ങനെ കോംപ്രമൈസ് ചെയ്യൂല. ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദി സ്റ്റൈൽ എന്ന രീതിയിൽ. അശോക് ചവാൻ, അജിത് പവാർ, ഇതെല്ലാം രാഷ്ട്രീയ ഗിമ്മിക്കിന് വേണ്ടി എതിരാളികളെ പപ്പടമാക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ചെയ്തത്. പൃന്ദു, ഒന്ന് പരിശോധിച്ച് നോക്കൂ, അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കൂ കേസുകളുടെ. ഈ രാജ്യത്ത് അഴിമതിക്കാരായിട്ടുള്ള ആളുകളെ മുഴുവൻ ഞങ്ങൾ അവരെ കൽത്തുറങ്കിൽ അടയ്ക്കാനുള്ള ശ്രമം നടത്തി. ഓഫീസിൽ കയറി ഇറങ്ങിയോ? ഒരു പേപ്പറുമായി BJP സഖ്യകക്ഷികളുടെയും മുറികളിൽ ED കയറി ഇറങ്ങിയോ? അല്ല, ഞാൻ പറയട്ടെ, ആ അഴിമതി ED കയറിയ സ്ഥലങ്ങളിലൊക്കെ രേഖകളും തെളിവുകളും ഉണ്ടായിട്ടില്ല സാർ. എവിടെ? അതാണ് ഞാൻ പറഞ്ഞത്. ED കയറിയ ഒരു സ്ഥലങ്ങളിലും ട്രയൽ നടത്തിയവർ ശിക്ഷിച്ചിട്ടില്ല. ED എടുത്ത കേസുകൾ 100% 5% പോലും ശിക്ഷ നടപ്പാക്കാനായിട്ടില്ല. കാരണം തെളിവില്ലാതെ അവരെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്ന് മാത്രം. അങ്ങനെ പറയാൻ സാർ, അങ്ങനെ സാധിക്കുക സാർ? ഇപ്പൊ ഹേമന്ത് സോറനും അരവിന്ദ് കെജ്രിവാളും ഒക്കെ അറസ്റ്റ് ചെയ്ത് ഉള്ളിലായതും നമ്മുടെ ഇനി അറിയാം കഥ. പറയുന്നത്. അപ്പൊ നമ്മള്
വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷേ അതിനപ്പുറത്ത് നിങ്ങൾ ചില ഫാക്ടുകൾ നിങ്ങളൊന്ന് പരിശോധിക്കണം. ഇപ്പോ നിജേഷ് പറഞ്ഞു വലിയ കോൺഗ്രസിന്റെ ഒരു തിരിച്ചുവരവാണെന്ന്. കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് ഉണ്ടായിട്ടില്ല. ഇപ്പൊ ദക്ഷിണേന്ത്യയിൽ നമുക്കറിയാം അവർ 44-ൽ നിന്ന് 100-ലേക്ക് അടുക്കുന്നു. അതൊരു തിരിച്ചുവരവാണ്. ഞാൻ പറയട്ടെ, അല്ല സാർ, ഞാൻ ഇത്രയേറെ വർഗീയത ഇന്ത്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ചിട്ട് ഏറെ കാലമുള്ള BJP-യുടെ ആഗ്രഹം നോക്കൂ. ഇല്ലല്ല പൃഥു അങ്ങനെ കടന്നു പോകാനാകില്ല. ഇത്രയും ദിവസങ്ങളിൽ വലിയ വാചകം പറഞ്ഞ് കടന്നുപോയതല്ലേ. രാമക്ഷേത്രം നിങ്ങളുടെ എക്കാലത്തെയും വലിയ അവകാശവാദമായിരുന്നു. ആ രാമക്ഷേത്രം നിങ്ങൾ കെട്ടി. അതിനുശേഷം ഏക സിവിൽ കോഡ് അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയി. 370 കാശ്മീരിന്റെ അവകാശം അടക്കമുള്ളവ വെട്ടിക്കളഞ്ഞു. ഇനി ഏക സിവിൽ കോഡിന്റെ മറ്റു കാര്യങ്ങൾ CAA നടപ്പാക്കി. അത് ബംഗാളിലും അസമിലും ഒക്കെ നടപ്പാക്കി കാണിക്കുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ. ഇങ്ങനെ നിങ്ങൾ എന്തൊക്കെ ചെയ്തു, വിഭാഗീയത പറഞ്ഞു, എന്നിട്ടും നിങ്ങൾക്ക് നേടാനായില്ല. ആ ഘട്ടത്തിലാണ് കോൺഗ്രസ് 44-ൽ നിന്ന് 99-ലേക്ക് ഉയർന്നത്. അങ്ങയുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ BJP ഒരു 100 സീറ്റിലേക്ക് താണുപോയി എന്നോ 200 സീറ്റിൽ താഴെ എന്നുള്ളതല്ലല്ലോ സാർ. 59 സീറ്റുകളാണ് BJPക്ക് പോയത്. അല്ല, 272 സാർ ഭൂരിപക്ഷം. ഞാൻ ചോദിക്കട്ടെ, BJP NDA മുന്നണി ഭരിക്കാൻ ആവശ്യമായി 272 സീറ്റ് നേടിയിട്ടുണ്ടോ? അതിന്റെ ചോദ്യമാണ്. ഉണ്ടോ? അത് ഇനി JDU-വും നിതീഷ് കുമാറും എന്താണ് നായിഡുവും TDP-യും ഒക്കെ വിചാരിക്കണം. ഇനി അവരുടെ ഒക്കെ തീരുമാനങ്ങൾ അങ്ങനെ പറയാൻ സാധിക്കില്ല സാർ. കാരണം BJPക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനാകുമോ? സ്വാഭാവികമായിട്ട് ഫൈനൽ റിസൾട്ട് വരെ ഞങ്ങളുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ അവസാന റിസൾട്ട് 272 എന്ന് പറയുന്ന മാന്ത്രിക സംഖ്യയിൽ എത്തും, അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന സംഖ്യയിൽ BJP എത്തും. ഞാൻ പറയുന്നത് കോൺഗ്രസിന്റെ കൃത്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാവണമെന്ന് നമ്മൾ കാണേണ്ടത് ഡൽഹിയിലായിരുന്നു സാർ. നിങ്ങൾ ഡൽഹി ഒന്ന് നോക്കൂ. ഈ അരവിന്ദ് കെജ്രിവാളും ഇന്ത്യയുടെ ഭരണ സംവിധാനത്തിന്റെ കേന്ദ്രമായ ഡൽഹിയിൽ അങ്ങനെയാണെങ്കിൽ ട്രെൻഡ് ഉണ്ടായിരുന്നെങ്കിൽ ഡൽഹിയിൽ 7 സീറ്റല്ലേ ഉള്ളൂ. ഡൽഹിയിൽ നിങ്ങൾ യുപിയിലേക്കൊന്ന് നോക്കൂ. യുപിയിലേക്ക് പറയാം സാർ. യുപിയിലേക്ക് വരാം. യുപിയിൽ 80 സീറ്റിൽ കഴിഞ്ഞ തവണ നിങ്ങൾ 62-ആണ്. നിങ്ങളുടെ സഖ്യകക്ഷിയും നിങ്ങൾക്ക് മാത്രം BJPക്ക് മാത്രം 60 സീറ്റുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര? അവിടെ സമാജ്വാദി പാർട്ടിയാണ്. അഭിനാദളിന്റെ ശക്തിയൊക്കെ നമുക്കറിയാലോ സാർ. അഭിനാദളിന്റെ സഖ്യ BJP-യുടെ അതിനപ്പുറത്തേക്ക് കോൺഗ്രസിനെ പോലെയുള്ള പ്രബലമായിട്ടുള്ള ഒരു സംഘടനയും സമാജ്വാദി പാർട്ടിയെ പോലെ വേരൂറപ്പുള്ള സംഘടനയും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് BJPക്കെതിരെ പോരാടുന്നത്. അവിടെ യുപിയിൽ BJP തോറ്റ സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾ വോട്ടിംഗ് പാറ്റേൺ നോക്കൂ. 5000-നും 15,000-നും ഇടയിലാണ് 21 സ്ഥലങ്ങളിൽ BJP പുറകോട്ട് പോയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം അത്രമാത്രം ടെൻഡ് ഉണ്ടെങ്കിൽ ഈ BJP മുഴുവൻ അവിടെ യുപിക്കകത്ത് പോലും ഞങ്ങൾ സത്യത്തിൽ യുപിയിൽ വലിയൊരു അങ്ങനെ നോക്കുകയാണെങ്കിൽ 303 സീറ്റുമായി നിങ്ങൾ നിൽക്കുമ്പോൾ എത്രയായിരുന്നു നിങ്ങളുടെ വോട്ടിംഗ് ശതമാനം? ഇന്ദിരാഗാന്ധി ഭരിക്കുന്ന സമയത്ത് 48% വോട്ടിംഗ് ശതമാനം ഉണ്ടായിരുന്നു. 37-ൽ താഴെയുള്ളായിരുന്നു മോദിക്ക്. അങ്ങനെ വോട്ടിംഗ് ശതമാനം അല്ലല്ലോ ഇന്ത്യൻ ജനാധിപത്യത്തിൽ നോക്കുന്നത്, സീറ്റുകളുടെ എണ്ണമല്ലേ. അന്ന് സഖ്യം ഉണ്ടായിരുന്നില്ലല്ലോ. യുപിയിൽ കൃത്യമായിട്ട് സഖ്യം ഉണ്ടാകുന്നു. ഒന്നുമില്ല, 10 വർഷമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം യുപി ഭരിക്കുന്നു. സഖ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് സഖ്യങ്ങൾ ഉണ്ടായിരുന്ന സമയത്ത് അന്ന് BSP ശക്തമായിരുന്നു സാർ. അന്ന് BSP ശക്തമായിരുന്നു. BSP എന്ന് പറയുന്ന പ്രസ്ഥാനത്തില്ല നമ്മൾ വോട്ട് ഷിഫ്റ്റ് പരിശോധിക്കണം. എന്തിനധികം പറയുന്നു? മോദി, സാക്ഷാൽ നരേന്ദ്രമോദി, അതും സാക്ഷാൽ വാരണസിയിൽ ഗംഗയുടെ പുത്രൻ മുട്ടിലിഴഞ്ഞാണ് ജയിക്കുന്നത്. മുട്ടിലിഴഞ്ഞ്. അങ്ങനെ മുട്ടിലിഴഞ്ഞൊന്നും പറയാൻ പറ്റില്ല. 1.5 ലക്ഷം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം മാന്യമായിട്ടുള്ള ഭൂരിപക്ഷം തന്നെയാണ്. ഇപ്പോഴത്തെ ലീഡ് ചെയ്യുന്ന നില എത്ര? സിമ്പിൾ ലോജിക്. ഞാൻ ഇത്രയേ ഉള്ളൂ സാർ. അവരുടെ വോട്ട് നോക്കിയാൽ മതി. തിരുവനന്തപുരം പോലെയുള്ള സ്ഥലത്ത് BJPക്കെതിരെ കോൺഗ്രസും CPM-ഉം ഒന്നിച്ചാൽ ഉണ്ടാവുന്ന എന്താണോ അതാണ് വാരണാസി ആയിക്കോട്ടെ യുപിയിൽ. എങ്കിൽ പോലും അതിനെ അതിജീവിക്കാനുള്ള ശേഷിയുള്ള പ്രസ്ഥാനമാണ് BJP. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ തിരുവനന്തപുരം പോലെ, തൃശ്ശൂർ പോലെ, കോഴിക്കോട് പോലെയുള്ള സ്ഥലങ്ങളിൽ UDF-ഉം LDF-ഉം ഒരുമിച്ചാൽ ഒന്നും ഇട്ട് സ്പ്ലിറ്റ് ആക്കാൻ കിട്ടിയില്ലല്ലേ? ഞങ്ങളുടെ ഒരു സഖ്യത്തിന്റെ വിജയം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി, ഞാൻ തിരിച്ചെത്താം. CPIM പ്രതിനിധി കൂടിയുണ്ട് പൃഥു. ഞാൻ തിരിച്ചെത്താം പൃഥു. CPIM പ്രതിനിധി ശ്രീ അഡ്വക്കേറ്റ് രാജീവ് കൂടിയുണ്ട്. അഡ്വക്കേറ്റ് രാജീവ്, വലിയ പരാജയമാണ് LDF നേടുന്നത്. കഴിഞ്ഞ തവണ ഒരു സീറ്റുണ്ടായിരുന്നു, സാങ്കേതിക അർത്ഥത്തിൽ ഇപ്പോൾ ഒരു സീറ്റുണ്ട് എന്നൊക്കെ പറയാം. BJP അക്കൗണ്ട് തുറക്കുന്നു, അതിൻ്റെയും നേരിട്ടുള്ള ആഘാതം ഏൽക്കുന്നത് LDF ആണ്. ശരിയായിരിക്കാം, ദേശീയ തലത്തിൽ 3 സീറ്റിൽ നിന്ന് CPIM 4 സീറ്റായി ഉയർത്തി. CPI-യും 2 സീറ്റ് നിലനിർത്തുന്നു. അപ്പോൾ 4-2 6 ഇടത് പാർട്ടികൾ, പിന്നീട് CPI-ML അടക്കമുള്ളവരും 2 സീറ്റുകളൊക്കെ നേടുന്നുണ്ട്.
അങ്ങനെ ദേശീയ അർത്ഥത്തിൽ ഇങ്ങനെ പറഞ്ഞു നിൽക്കാം എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് ഇടത് പാർട്ടികൾ, പ്രത്യേകിച്ച് കേരളത്തിൽ LDF വലിയ പരാജയമാണ് ആ അർത്ഥത്തിൽ നേരിട്ടത്. കെ രാധാകൃഷ്ണൻ എന്ന കരുത്തുള്ള ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും പൊട്ടിപ്പാളീസാകുന്നു. ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ആരാണ് ഏറ്റെടുക്കേണ്ടത്? ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്ത് ഉണ്ടോ? അഡ്വക്കേറ്റ് രാജീവ്. അതിന് മറുപടി പറയുന്നതിന് മുമ്പായിട്ട് എനിക്ക് ഇദ്ദേഹം പറഞ്ഞു തരേണ്ട മറ്റൊരു കാര്യം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടിൽ നിന്നും ഈ തവണത്തെ ഇലക്ഷൻ റിസൾട്ടിനെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണ് എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. കാരണം കഴിഞ്ഞ തവണ ഇലക്ഷൻ റിസൾട്ടിൽ LDFന് ലഭിച്ചത് ആകെ ഒരേ ഒരു സീറ്റാണ്, ഇത്തവണ ലഭിച്ചത് ഒരേ ഒരു സീറ്റാണ്. കഴിഞ്ഞ തവണ 19 സീറ്റ് UDFന് കിട്ടുന്നു, ഇപ്രാവശ്യം 18 സീറ്റ് UDFന്. പുറകിലോട്ട് പോയത് ഈ അക്ഷരാർത്ഥത്തിൽ UDF ആണ്. ഞാൻ അതിൻ്റെ പുറകിലോട്ട് പോവുകയല്ല, ഞാൻ അതിൻ്റെ കണക്ക് വശം വെച്ച് ഞാൻ പറയുന്നതാണ്. ഫലത്തിൽ കഴിഞ്ഞ തവണത്തെ ഇലക്ഷൻ റിസൾട്ട് ഇത്തവണത്തെ ഇലക്ഷൻ റിസൾട്ടായിട്ട് വ്യത്യാസമൊന്നുമില്ല പക്ഷേ ഇവിടെ നമ്മൾ കാണേണ്ടതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ്, പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. സ്വാഭാവികമായിട്ടും BJP പ്രബല ഭരണകക്ഷിയായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ BJPക്ക് എതിരായിട്ടുള്ള കൂടിച്ചേരലുകൾ സ്വാഭാവികമായിട്ടും നമ്മൾ സംസ്ഥാനത്ത് നടക്കും. അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും ദേശീയ തലത്തിൽ BJPയെ നേരിടുന്ന പ്രധാന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വല്ലതും ഉണ്ടോ? സ്വാഭാവികമായിട്ടും CPMന് അവിടെ എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മൾ യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടതും. എന്റെ അഡ്വക്കേറ്റ് രാജീവേ, അവരവർ നിലനിർത്തി 18 സീറ്റാണെങ്കിൽ പോലും ഒരു ഇഞ്ച് മുമ്പോട്ട് പോകാൻ LDFനായില്ല. നിങ്ങൾ ഒരെണ്ണം കിട്ടി, ആ സ്റ്റാറ്റസ് നിലനിർത്തി എന്ന് പറയുന്നതാണോ ശരി? അല്ല, ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ഘടകം. ഇവിടെ UDFന് സീറ്റ് കിട്ടിയത് UDFന്റെ ഏതെങ്കിലും തരത്തിലുള്ള മെറിറ്റ് കൊണ്ടാണോ, LDFന്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡിമെറിറ്റ് കൊണ്ടാണോ? അതാണ് ഞാൻ ചോദിക്കാൻ വന്ന രണ്ടാമത്തെ കാര്യം. UDFന് സംഘടനാ തലത്തിലുള്ള ഗുണമേന്മകളുണ്ടായോ? അങ്ങനെയാണോ അവർക്ക് സീറ്റ് കൂടുതൽ കിട്ടുന്നത്? അങ്ങനെയാണോ? ഒരിക്കലും അല്ല. അല്ലെങ്കിൽ LDFന്റെ എന്തെങ്കിലും ഗുണവശത്തിന്റെ പോരായ്മ കൊണ്ടാണോ LDF പുറകിലോട്ട് പോകുന്നത് കഴിഞ്ഞ 2 തവണയായിട്ട്? അത് ദേശീയ പാർലമെന്റ് തെരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും BJPയെ എതിരിടുക എന്നുള്ള നിലയിൽ BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു സമാഹരണം സംസ്ഥാന തലത്തിൽ നടക്കും. അതിൻ്റെ ആനുകൂല്യം കിട്ടുന്നത് സ്വാഭാവികമായിട്ടും UDF ആണ്. അതുകൊണ്ടാണ് വർഷത്തിൽ ഓണത്തിനും ക്രിസ്മസിനും റംസാനും മാത്രം മണ്ഡലത്തിൽ എത്തുന്ന പിന്നെ ശശി തരൂരും ആറ്റിങ്ങ പാർലമെന്റിൽ അടൂർ പ്രകാശും ഒക്കെ ഈ കയറിപ്പോയത് അതിൻ്റെ ആനുകൂല്യത്തിലല്ലേ? മനസ്സിലായില്ലേ? അപ്പം മണ്ഡലത്തിൽ കാര്യമായിട്ട് ചെയ്തിട്ടുള്ള ജനപ്രതിനിധികൾ അല്ലാത്തവരും അങ്ങനെ ചെയ്തവരും എല്ലാവരും ഇതിനകത്ത് കയറിപ്പോയിട്ടുണ്ട്. ഈ ഇത്തവണത്തെ SSLCയുടെ റിസൾട്ട് പോലെയായിരുന്നു. എല്ലാവരും കയറിപ്പോയി, എല്ലാവർക്കും A+ കയറിപ്പോയി എന്നുള്ളതിൽ കവിഞ്ഞ് UDFന്റെ എന്തെങ്കിലും കൂടുതൽ കൊണ്ടോ LDFന്റെ എന്തെങ്കിലും ഡിമെറിറ്റ് കൊണ്ടോ ഇതിനകത്ത് പ്രതിഫലിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഡിമെറിറ്റ് ഒന്നും പ്രതിഫലിച്ചിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകൻ റജി ലൂക്കോസ് കൂടി ചേരുകയാണ്. റജി ലൂക്കോസ് ഇങ്ങനെ പ്രതിഫലിച്ചിട്ടില്ലോ. ശരി, റജി ലൂക്കോസ് ഇങ്ങനെ കണക്കൊപ്പിച്ച് പറഞ്ഞാൽ തീരുന്നതാണോ LDFന്റെ ക്ഷതം? അജിംഷാദ്, അതവിടെ നിൽക്കട്ടെ. ഈ രാജ്യം ജനാധിപത്യം തിരിച്ചു പിടിച്ചിരിക്കുന്നു. ഒരു നിവൃത്തിയില്ലാണ്ട് അവസാനം താൻ ദൈവമാണെന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രിയെ പാഠം പഠിപ്പിച്ചിരിക്കുന്നു. 75 വർഷത്തിൽ 7.5 പതിറ്റാണ്ടിന് മുകളിൽ പാരമ്പര്യമുള്ള ഇന്ത്യൻ ജനാധിപത്യം ലോകത്തിന് മുമ്പിൽ അവമാനിച്ച് ഇന്ത്യയിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാനായിട്ട് മതവിദ്വേഷവും അതിക്രൂരമായിട്ടുള്ള വർഗീയ വിദ്വേഷവും നടത്തി ഈ രാജ്യത്ത് 400 സീറ്റ് നേടുമെന്ന് പറഞ്ഞ ലക്ഷണമൊത്ത ഒരു ഏകാധിപതിയെ ജനാധിപത്യത്തിൽ ഇന്ത്യ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വിധി എഴുതിയതിനേക്കാൾ ഉപരിയായി ഒരു വിധിയെഴുത്തിലൂടെ തന്നെ പരാജയപ്പെടുത്തിയിരിക്കുന്നതാണ് വസ്തുത എന്ന് പറയുന്നത്. നിങ്ങളത് മനസ്സിലാക്കുക. ഗോദി മീഡിയ എന്നറിയപ്പെടുന്ന അദാനിയുടെ അംബാനിയുടെ കയ്യിലുള്ള മിക്കവാറും എല്ലാ ദേശീയ ചാനലും അവരുടെ ഇല്ല, 1-2 ചാനൽ മാത്രമേ ഇല്ലാതെ ഉള്ളൂ. അവര് നമ്മുടെ അടുത്ത് പകർന്നു തന്നത് എന്താ? ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് മുതൽ തന്നെ അവർ ഇന്ത്യൻ ജനങ്ങളെ കളിപ്പിച്ച് ഈ മോഡിക്കും കൂട്ടർക്ക് അധികാരം തളികയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് വൻ ഭൂരിപക്ഷം പ്രവചിച്ചവര് എക്സിറ്റ് പറഞ്ഞു. എക്സിറ്റ് പോളിലൂടെ അവകാശപ്പെട്ട എന്താണ്? 350-നും 390-നും ഇടയിൽ സീറ്റ് NDAക്ക് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷത്തിനേക്കാൾ ഉപരിയായ സീറ്റ് BJPക്കും പറഞ്ഞു.
പക്ഷെ സംഭവിച്ചത് എന്താ? ആകെപ്പാടെ ഇന്ത്യയിൽ ദേശീയ തലത്തിൽ റെപ്യൂട്ടേഷനുള്ള പിന്നെ DB എന്ന് പറയുന്ന ദിനബന്ധുവിന്റെ ചാനല് പുറത്തുവിട്ട എക്സിറ്റ് പോളിൽ പറഞ്ഞത് 310-നും 320-നും ഇടയ്ക്ക് സീറ്റിൽ ഇന്ത്യ സഖ്യ അധികാരത്തിൽ വരും എന്ന് പറഞ്ഞു. ഇപ്പോൾ നിങ്ങൾ ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതിന് മുമ്പേ ഞാൻ ആ ചാനലിലൂടെ ഒന്നൊരു ഓട്ടപ്രദർശനം നടത്തിയപ്പോൾ അവർ പറയുന്നത് ഇപ്പോഴും നിലവിൽ ഇന്ത്യയിൽ ഭൂരിപക്ഷത്തിലേക്ക് പിന്നെ BJP അടുത്തിട്ടില്ല. അത് തന്നെയുമല്ല 359 സീറ്റ്, ക്ഷമിക്കണം, 259 സീറ്റ് പിന്നെ ഇന്ത്യ സഖ്യത്തിനും 261 സീറ്റിൽ പിന്നെ ലീഡ് നേടുന്ന പിന്നെ NDA നിന്നാണ്. ഇവിടെ ഗോദി മീഡിയ ഇപ്പോഴും 289 സീറ്റൊക്കെ അവർക്ക് ദാനം ചെയ്യുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം. ഉത്തർപ്രദേശിൽ സീറ്റ് എണ്ണി തീരാനുള്ള 10 സ്ഥലത്ത് കേവലം 700-നും 500-നും ഇടയ്ക്കാണ് ഇപ്പോൾ ഭൂരിപക്ഷം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വോട്ടെണ്ണൽ തീരുന്നതിന് മുമ്പ് പിന്നെ BJPക്ക് അതിദയനീയമായ പരാജയമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ച് ധ്യാനം പോയിരുന്നു. ഈ രാജ്യത്തെ ജനങ്ങളെയും ഈ രാജ്യത്തെയും അഖണ്ഡതയും കാത്തു സംരക്ഷിക്കാനായിട്ട് പിന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് ഭരണഘടനയോട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പ്രധാനമന്ത്രി ഈ ജനാധിപത്യ രാജ്യത്തിനോടുള്ള കൊടും ക്രൂരതയ്ക്ക് പകരം വീട്ടിയിരിക്കുന്ന ഇന്ത്യൻ ജനാധിപത്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു. രാജ്യത്തെ ആ വിജയവും അത് സാധ്യമാക്കിയ ദാർശനികവും ധാർമ്മികവുമായ വശത്തെ സംബന്ധിച്ചും തുടർന്നുള്ള സർക്കാർ രൂപീകരണത്തെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ചർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ പോകാം. കേരളത്തിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ റജി ലൂക്കോസ് നോക്കൂ, കേരള വിഷന്റെ ഈ 20 മണ്ഡലങ്ങളിലെയും ലിസ്റ്റ് സ്ക്രീനിൽ തെളിയുന്നുണ്ട്. നോക്കൂ, ഒരിടത്ത് ചുമപ്പ്, ഒറ്റയിടത്ത് മാത്രം, പിന്നൊരിടത്ത് കാവിയാണ് തെളിഞ്ഞിരിക്കുന്നത്. ബാക്കിയെല്ലാം ത്രിവർണമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് ആണ്, UDF ആണ്. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ സുരേഷ് ഗോപിയുടെ വിജയം, അക്കൗണ്ട് BJP കേരളത്തിൽ തുറക്കില്ല എന്നത് രാഷ്ട്രീയമായി LDFന്റെ പ്രത്യേകിച്ച് CPIMന്റെ ഒരു അഹങ്കാരമായിരുന്നു. മീൻസ് ഒരു പോസിറ്റീവായ അർത്ഥത്തിലുള്ള ഒരു അഹങ്കാരമായിരുന്നു. അത് പൊളിഞ്ഞു. അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം UDFനേക്കാൾ മുമ്പേ ഏറ്റെടുക്കേണ്ടത് LDF ആണ്, CPIM ആണ്. റജി ലൂക്കോസ്, ഒരിക്കലുമല്ല. കേരളത്തിന്റെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന നിങ്ങളാണ് കേരളത്തിന്റെ ആ അർത്ഥത്തിലുള്ള കാവലാളായി നിന്നത്. അല്ല, ഞാനൊന്ന് മറുപടി പറഞ്ഞു പൂർത്തിരിക്കട്ടെ. എനിക്കതിന് പറയാനുള്ള വ്യക്തമായ മറുപടി ഉണ്ട്. കാരണം നമ്മളൊക്കെ എത്രയോ വർഷങ്ങൾ ചർച്ചകളിൽ ഇരുന്നിട്ടുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ പിന്നെ ഈ BJPയുടെ കടന്നുകയറ്റത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷമാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ഇന്നും അത് തന്നെ. എങ്ങനെയാണ് പിന്നെ തൃശ്ശൂർ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്? അതിനെക്കുറിച്ചൊന്ന് വിശകലനം ചെയ്യണ്ടേ? കേരളത്തിലെ ജനങ്ങൾ തന്നെ വിഡ്ഢികളാണോ? അവിടെ വിശകലനം ചെയ്യൂ. കഴിഞ്ഞ തവണ TN പ്രതാപന് 4 ലക്ഷത്തിൽ വോട്ടുണ്ടായിരുന്നു. 4,100,000 അല്ലെങ്കിൽ 4,15,089 വോട്ടാണ് TN പ്രതാപൻ ഉണ്ടായിരുന്നത്. ഇത്തവണ അത് മുരളീധരനായപ്പോൾ 3,28,800 ചില്ലുവാനുമായി കുറഞ്ഞു. ആ വോട്ട് എവിടെയെന്നായിരിക്കും നിങ്ങൾ ചോദിക്കുന്നത്? അല്ലല്ല, അതിന് ചുമ്മാ അങ്ങനെ ചോദിക്കൊന്നുമല്ല. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, തൃശ്ശൂർ മണ്ഡലത്തിൽ പിന്നെ മുരളീധരനെ വടകര സീറ്റിൽ നിന്നും ചതിച്ച് തൃശ്ശൂരിൽ ലാൻഡ് ചെയ്യിപ്പിച്ച എന്തിനാ? ഭയങ്കരമായ അഡ്ജസ്റ്റ്മെന്റിന്റെ പിന്നിലുണ്ട്. കാരണം 85,000-ഓളം വോട്ടുകൾ ഈ TN പ്രതാപന് കിട്ടിയത് ഇപ്പോൾ നിലവിലില്ല. എവിടെ പോയി? ആ വോട്ട് പോയിരിക്കുന്നത് അതിന്റെ ബഹുഭൂരിപക്ഷവും പിന്നെ സുരേഷ് ഗോപിക്ക്. ഇടതുപക്ഷ ശത്രുത മാത്രം രാഷ്ട്രീയത്തിൽ പിന്നെ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന കോൺഗ്രസ് ദേശീയ തലത്തിലുള്ള ഐക്യത്തെയൊക്കെ വ്യഭിചരിച്ചുകൊണ്ട് വഞ്ചിച്ചുകൊണ്ട് തൃശ്ശൂരിൽ വോട്ട് മറിച്ചു എന്നുള്ളത് ഇതിനപ്പുറം ഒരു തെളിവുണ്ടോ? അതിന് നിങ്ങൾ എങ്ങനെയാണ് ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നത്? 2019 ഞങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടി? ഒരൊറ്റ സീറ്റേ കിട്ടിയുള്ളൂ. 19 സീറ്റ് UDFനാണ് കൊടുത്തത്. അതിനുശേഷം ഒരൊറ്റ വർഷത്തിന് ശേഷം ഈ സംസ്ഥാനത്ത് വരുന്ന പിന്നെ പ്രാദേശിക പിന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 64% പിന്നെ സ്ഥലത്തും നിങ്ങളുടെ കൂടെ വന്ന കേരള കോൺഗ്രസ് എമ്മിന്റെ സീറ്റും പോയി. അല്ല, അതിലേക്ക് തീർച്ചയായിട്ടും എനിക്കത് പറയണമെന്നുണ്ട്. ഞാൻ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ ചോദിച്ചത് അത് നല്ലൊരു ചോദ്യം. അതിന് മറുപടി പറയാം തീർച്ചയായിട്ടും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കാരണം വിശദീകരിക്കേണ്ട പാർട്ടിയാണ് ഞാനല്ല. എനിക്ക് ഔദ്യോഗികമായിട്ട് അത് പറയാനുള്ള അധികാരമൊന്നുമില്ല. ഞങ്ങളുടെയൊക്കെ പ്രവർത്തനപരമായിട്ട് തീർച്ചയായിട്ടും വേരുകളില്ലാത്ത, ഒരു ലോറിയിൽ പോലും കയറ്റാൻ ആളില്ലാത്ത ഈ പറയുന്ന മണ്ഡലത്തിന് വെളിയിൽ നിന്ന് വന്ന ഫ്രാൻസിസ് ജോർജ് വിജയിച്ചു പോയത് ഒരു അത്ഭുതമാണ്. അവിടെയും തീർച്ചയായിട്ടും അതൊരു വിശകലനമായിട്ട് തന്നെ നാളുകളിൽ പിന്നെ മുമ്പോട്ട് വരേണ്ടതായിട്ടുണ്ട്. എങ്ങനെ പരാജയപ്പെട്ടെന്ന ചോദ്യത്തിന് ഉത്തരം നൽകാനുള്ള സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അവിടെ പിന്നെ നമ്മുടെ പിന്നെ തുഷാർ വെള്ളാപ്പള്ളിയുടെ സാന്നിധ്യം നിശ്ചയമായിട്ടും കുറെ വോട്ടുകൾ ചോർത്തി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പിന്നെ അവിടെ ചാഴികാടനെതിരെ നടത്ത വ്യക്തിഗതികൾ, കേരളത്തിലെ ഏറ്റവും നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെച്ച തോമസ് ചാഴികാട് എന്ന് പറഞ്ഞ MBA വ്യക്തിഗതി നടത്തിക്കൊണ്ട് ഈ മണ്ഡലം മുഴുവനും നടന്ന് പ്രചരണം നടത്തിയവര്
അതിന് നാളുകളിൽ ആരാണ് കൂടെയുള്ളവരാണോ? അതുകൊണ്ട് കേരള കൂടെയുള്ളവരാണോ വ്യക്തിഹത്യ നടത്തിയത്? കൂടെയുള്ളവരല്ല, വ്യക്തിഹത്യ പിടിയും ഇറച്ചിയും ഒക്കെ വിളമ്പിയെന്നാ കേൾക്കുന്നത്. കേൾക്കുന്നത് പിടിയും ഇറച്ചിയും ഒക്കെ വിളമ്പിയെന്ന കൂടെയുള്ളവർ തന്നെ. അജിംഷാദെ, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ലോക്സഭ അതായത് എനിക്കത് കേട്ടപ്പോ ശരി വന്നു. ഞാൻ ഈ മണ്ഡലത്തിലുള്ള ആളാ, കടുത്തുരു നിയോജക മണ്ഡലത്തിലുള്ള വോട്ടറാ. ഇതിന്റെ എല്ലാ പൾസുകളും വളരെ വ്യക്തമായിട്ടറിയാവുന്ന ആള് തന്നെയാ. ഞാൻ പറഞ്ഞല്ലോ, തോമസ് ചാഴികാടന് വോട്ട് ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണവും ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്കില്ല. പിന്നെ എങ്ങനെ പരാജയപ്പെട്ടു? അത് അദ്ദേഹത്തിനെ കുറിച്ച് അതെ അല്ലല്ല, ആ ഇലക്ട്രോണിക് മെഷീൻ ഇനി പറയാനും പറ്റില്ല. ഇലക്ട്രോണിക് മെഷീൻ ഇനി പറയാനും പറ്റില്ല. അല്ലല്ല, ഞാൻ എന്നെ മറുപടി പറയാൻ അജിംഷാദ് അംഗീകരിക്കും. ജനം കേട്ടോണ്ടിരിക്കുന്നതല്ലേ. അദ്ദേഹത്തിനെ വ്യക്തിഹത്യ നടത്തി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടത്തിയ പ്രവർത്തനങ്ങൾ, NDA ഘടകകക്ഷിയായ BDJS പിടിച്ച വോട്ടുകളൊക്കെ തീർച്ചയായിട്ടും അത് ഇടതുപക്ഷ ജനാധിപത്യത്തിനുടെ കുറെ വോട്ടുകൾ അവിടെ ചോർത്തിക്കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. ആ പരാജയം ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് തലയ്ക്ക് മുകളിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കയറാമെന്നുള്ളത് വെറും വ്യാമോഹം മാത്ര. ആളില്ല പാർട്ടിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് ദേശീയ വിഷയങ്ങൾ ഉയർത്തിക്കുന്ന കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് സംസ്ഥാനം വിട്ടു നീങ്ങാം. അതിനു മുമ്പ് ഒരൊറ്റ ചോദ്യം, ഒരു രാഷ്ട്രീയ ചോദ്യം. ഈ ഒരു സീറ്റിൽ മാത്രം CPIM ഒതുങ്ങുന്നു, LDF ഒതുങ്ങുന്നു. ഭരണവിരുദ്ധ വികാരം, സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വികാരം പ്രതിഫലിച്ചോ ഇല്ലയോ? അതിന് വ്യക്തമായ മറുപടി ഉണ്ട്. അജിംഷാദ് കേൾക്കണം. 2019 ഒരു സീറ്റ് മാത്രം കിട്ടിയ LDF ഗവൺമെന്റിനെതിരെ അതിനുശേഷം നടന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചതാണ്. കേരളത്തിലെ പ്രതിപക്ഷം അന്ന് ഉയർത്തിയിരിക്കുന്ന ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത്, അങ്ങനെ പല കാര്യങ്ങളിലും എല്ലാ ദിവസവും മാധ്യമങ്ങളിൽ ഇത് തന്നെയായിരുന്നു. എന്നിട്ട് കേരളത്തിലെ ജനങ്ങൾ ഈ ഇടതുപക്ഷ സർക്കാരിനെ അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ ഉപേക്ഷിച്ചോ? 9 സീറ്റ് അധികം നേടിക്കൊണ്ട് മഹാഭൂരിപക്ഷത്തെ 99 സീറ്റോടുകൂടി പിണറായി വിജയൻ സർക്കാരിന് കണ്ടിന്യൂ ചെയ്യാനുള്ള അവസരം കൊടുത്തു. അതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ദേശീയ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും കേരളത്തിലെ ജനങ്ങൾ ഒരു പരിധിവരെ വേറിട്ട് കാണുന്നു. അവിടെ ഒരിക്കലും സംസ്ഥാനം ഭരിക്കേണ്ടത് കോൺഗ്രസ് ആണെന്നോ മറ്റേതെങ്കിലും മുന്നണിയാണെന്നോ കേരളത്തിലെ ജനങ്ങൾ തീരുമാനമെടുക്കത്തില്ല. അവർക്ക് ഇപ്പോഴും അറിയാം, കേരളത്തിലെ ജനങ്ങളെ സംരക്ഷിച്ചു നിർത്തുന്ന, കേരളത്തിലെ മതേതരത്തിനെ സംരക്ഷിക്കുന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ തളരാൻ കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കത്തില്ല എന്നുള്ളത് എത്രയോ തവണ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഭരണവിരുദ്ധത്തിന് തരംഗമാണ് കേരളത്തിലെ ഒരു സീറ്റിലേക്ക് ചുരുക്കി എന്നൊക്കെ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതിന് മുൻകാല ചരിത്രമാണ് ഞാൻ വിശദീകരിച്ചത്. ദേശീയ രീതിയിൽ ചിന്തിക്കുമ്പോൾ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് കേരളത്തിൽ ഈ BJPക്കെതിരെ ഒരു അക്ഷരം പോലും ഉണ്ടാകുന്നത് 20 മണ്ഡലങ്ങളും CPM വിരുദ്ധത, ഇടതുപക്ഷ വിരുദ്ധതയാണ് ഒരു പ്രചരണായുധാക്കിയത്. എന്നാൽ ഞങ്ങൾ പ്രചരിപ്പിച്ചത് എന്താ? ദേശീയതയാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന് അപകടത്തിൽ ആകുന്നതിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു ദൗത്യമാണെന്ന് ഇടതുപക്ഷം ശ്രമിച്ചത്. CPMന്റെയും കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ ഛിന്ന ഭിന്നമായി കിടന്നിരുന്ന പ്രതിപക്ഷത്തെ ഐക്യത്തെ ഒറ്റക്കെട്ടായി ഇത്രയും വലിയ നേട്ടം കൊയ്യാമെങ്കിൽ ഞാൻ തിരിച്ചെത്താം. റജി ലൂക്കോസ്, നിജേഷ് അരവിന്ദ്, ഇനി രാഷ്ട്രീയ പദ്ധതികൾ എന്താണ്? ഇവിടെ BJP സൂചിപ്പിച്ചതുപോലെ ഇപ്പോഴും ശരിയാണ്, തിരിച്ചടിയൊക്കെ ഉണ്ട്. BJPക്ക് 59 സീറ്റോളം കുറഞ്ഞു. എങ്കിൽ പോലും NDA തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ലിസ്റ്റിൽ മുന്നിൽ നിൽക്കുന്നത്. ഏതാണ്ട് 290. ഫൈനൽ ലിസ്റ്റ് ആയിട്ടില്ല. ഒരുപക്ഷെ 15 സീറ്റോളം ഫൈനൽ ലിസ്റ്റ് ആകുമ്പോൾ കുറഞ്ഞാൽ പോലും 172 എന്ന മാജിക്കൽ നമ്പർ കടക്കും NDA. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇന്ത്യ സഖ്യത്തിന് ഭരണം നിലനിർത്താനുള്ള സാധ്യതയായി കാണുന്നത്? ഒന്ന് ജിംഷാദ്, അതിനിടയ്ക്കൊറ്റ കാര്യം, കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ നേതാവിനെ പറ്റി പറഞ്ഞത് ജിംഷാദിന് ഓർമ്മയുണ്ടാവുമല്ലോ. കോഴിക്കോട് കൊടുവള്ളിയിൽ വന്ന് പപ്പു എന്ന് വിളിച്ചത് ഒരു MLA. അല്ല, എനിക്ക് അതിന് മുമ്പുള്ളത് ഓർമ്മയുണ്ട്. രാഹുൽ ഗാന്ധി എനിക്ക് രാഹുൽ ഗാന്ധിയുടെ അതിന് മുമ്പുള്ളത് ഓർമ്മയുണ്ട്. ഒരു ദേശീയ നേതാവായ രാഹുൽ ഗാന്ധി വന്നിട്ട് മുഖ്യമന്ത്രിയെ കുറിച്ച് ഡൽഹിയിൽ പിടിച്ചത് കണ്ടോ, ഇവിടെ എന്താ പിടിക്കാത്തതെന്ന് ചോദിച്ചത് ഏറ്റവും രാഷ്ട്രീയമായ പാപ്പരത്വമായിട്ടാണ് എനിക്ക് തോന്നിയത്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ. കാരണം ദേശീയ സഖ്യത്തിന്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് അതിനുശേഷം വിളിച്ച പപ്പുവും രണ്ടും എനിക്ക് ഓർമ്മയുണ്ട്. അതിനുശേഷം ഒരു MLA രാഹുൽ ഗാന്ധിയുടെ DNA പരിശോധിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിന് ശരിവെച്ച ഒരു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ എതിരെയുള്ള ഒരു വോട്ടാണ് കേരളത്തിൽ വന്നത്. കഴിഞ്ഞ തവണ പറഞ്ഞു അത് ശബരിമല കൊണ്ട് കിട്ടിയ വോട്ടാണ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ കൊണ്ട് കിട്ടിയ വോട്ടാണ് എന്നൊക്കെ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത്
ഐക്യ ജനാധിപത്യ മുന്നണിക്ക് കെ സുധാകരന് അനുകൂലമായി വോട്ട് വീണു എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. ഞാൻ കളിയാക്കിയിട്ടൊന്നുമില്ല, അത് കളിയാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. കാരണം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്നാണ് പറഞ്ഞത്, കോൺഗ്രസ് ഉണ്ടെങ്കിലേ ഇടതുള്ളൂ എന്ന് മാത്രം ഞാൻ തിരുത്തി അവിടെ പറയുന്നു. സിക്കാറിലെയും ഒക്കെ സീറ്റ് വെച്ചുകൊണ്ട് ഞാനത് അവസാനിപ്പിക്കുന്നു. 2, BJPക്ക് അനുകൂലമായ ജനവിധിയാണ് എന്ന് BJPയുടെ നേതാവ് പറയുന്നു. എന്ത് അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അയോധ്യ എന്ന ഐക്കൺ പ്രാണപ്രതിഷ്ഠ, എന്തൊക്കെയായിരുന്നു കോലാഹലങ്ങൾ. ആ പ്രാണപ്രതിഷ്ഠ നടന്ന ഫൈസാബാദ് അയോധ്യയിൽ ഇന്ന് BJP തോറ്റ അമ്പിപ്പോയി. BJP അവിടെ തോറ്റു, പരാജയപ്പെട്ടു. എന്താ പറയാനുള്ളത്? നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം 1.5 ലക്ഷത്തിലേക്ക്, ഞങ്ങളുടെ കോഴിക്കോട്ടെ രാഘവേട്ടന് കിട്ടിയ ഭൂരിപക്ഷത്തിലേക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയുടെ മോദിക്ക ഗ്യാരണ്ടി കാർഡുമായി നടന്ന മനുഷ്യന് സ്വന്തം മണ്ഡലത്തിലെ ജനത, ഞങ്ങളുടെ കോഴിക്കോട്ടുള്ള അതെ വാറണ്ടി പോലും കിട്ടാത്ത സാഹചര്യത്തിലേക്ക് വന്ന സമയത്ത് അതിന് മറുപടി പാർട്ടിയെ പിളർത്തി, ശിവസേനയെ പിളർത്തി, ഏകനാഥ് ഷിൻഡെ വെച്ചു നേട്ടമുണ്ടാക്കിയോ? അജിത് പവാർ എന്ന അഴിമതിക്കാരനെ നേരത്തെ അദ്ദേഹം വലിയ കഥ പറഞ്ഞു. അഴിമതിക്കാരനെ പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ കേസൊക്കെ ക്ലിയർ ചെയ്തു കൊടുത്തിട്ട് ഒരു സീറ്റിലാണ് അദ്ദേഹം ജയിച്ചത്. BJPക്ക് അവിടെ മൊത്തം നഷ്ടമാണ്. അശോക് ചവാനെ കൊണ്ടുവന്നപ്പോൾ എല്ലാം പോയി എന്ന് പറഞ്ഞു. ഒരു സീറ്റിൽ നിന്ന് കോൺഗ്രസ് 13 സീറ്റിലേക്ക് മഹാരാഷ്ട്രയിൽ തിരിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളൊക്കെ പറയുന്നത് കോൺഗ്രസ് ഒരു ഫിലോസഫിയാണ്. ഈ കോൺഗ്രസ് എന്ന് പറയുന്ന ഫിലോസഫി ഈ രാജ്യത്ത് നിലനിന്നേ മതിയാകും. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിനകത്ത് രാഹുൽ ഗാന്ധി പറയും, ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി, കോൺഗ്രസിനെ സംരക്ഷിക്കാനല്ല ജനങ്ങൾ വോട്ട് ചെയ്തത്, ഈ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തത്. BJPയും ഏജൻസികളും എല്ലാം ഒരുപാട് അധ്വാനിച്ചിട്ടും ജനങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ്. ഞങ്ങൾക്കതിൻ്റെ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള പോരാട്ടം, അത് നരേന്ദ്രമോദി ഗവൺമെന്റിനെ താഴെയിറക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, ഇലക്ട്രൽ ബോണ്ട് ഉൾപ്പെടെയുള്ള അഴിമതികൾ, അദാനി, അംബാനി, അങ്ങനെ എന്തൊക്കെയുണ്ട്. നമ്മൾക്ക് രാഹുൽ ഗാന്ധി തന്നെ അവസാന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു, അല്ലെ, ഞങ്ങൾ ഒരു അധികാരം തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾക്ക് നോക്കാം എന്ന് പറഞ്ഞു വെച്ച ഒരു ഇടമുണ്ട്. നമ്മുടെ എക്സിറ്റ് പോൾ എവിടെ? അജിംഷാദ്, നമ്മുടെ എക്സിറ്റ് പോളുകാരൊക്കെ എവിടെ പോയി? എന്തായിരുന്നു ബഹളം? 100 ദിവസ പദ്ധതി, നരേന്ദ്രമോദിയുടെ 100 ദിവസത്തെ പദ്ധതി, ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിക്കൽ. അന്ന് BJP ആസ്ഥാനത്ത് ഇന്നലെയൊക്കെ എല്ലാ ചാനലിലും കാണിച്ചത് പാത്രങ്ങൾ വരുന്നു, ലഡു ഉണ്ടാക്കുന്നു, ജിലേബി ഉണ്ടാക്കുന്നു, ബഹളം. നരേന്ദ്രമോദിയുടെ വീട് മുതൽ BJP ആസ്ഥാനം വരെ ഉള്ള പരിപാടി, ഇതൊക്കെ എവിടെ പോയി? BJPയുടെ ഈ പരിപാടികൾ എവിടെ പോയി? ചാടിക്കേറി BJPയിലേക്കും ഇടതുപക്ഷ പ്രതിനിധികളിലേക്കും ഒക്കെ ഒന്ന് പോകണം. ഒരു ചെറിയ ഇടവേള അനിവാര്യമായതുകൊണ്ട് മാത്രമാണ്. പോയി വരാം, പെട്ടെന്ന് ഒരു ചെറിയ ഇടവേള. ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. ധനകാര്യത്തിന് ഇനി ധനലക്ഷ്മി. മഴവെള്ളപ്പാത്തികളുടെ ജോയിന്റ് ലീക്കിൽ നിന്നും 100% പ്രൊട്ടക്ഷൻ. വർഷ സ്മാർട്ട് ലീഗ് ലോക്കർ. ഉയർന്ന നിലവാരമുള്ള ജീവിതം ഇനി നമുക്കും നേടാം ഉയർന്ന നിലവാരമുള്ള കോഴ്സുകളിലൂടെ. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. അധികാരം brought to you by എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുഗ്ദാദർ ജുവലേഴ്സ്. ഗീതം ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി, ബംഗളൂരു, ഹൈദരാബാദ്, വിശാഖപട്ടണം. Jewel Rock Group of Companies, Thrissur. Be the change, be the future with Jane deemed to be University Kochi. ICL Finco, the intelligent choice. Intimate Matrimony. ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിളക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. കേരള വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ധനലക്ഷ്മി ഹയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. in association with Southern Multi-State Cooperative Credit and Multi-Purpose Society Limited. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ. വർഷ സ്മാർട്ട് ലീഗ് ലോക്കർ. ലീക്കിനെ ലോക്ക് ചെയ്യൂ, സ്മാർട്ടായി. Eastern celebrating 40 years of perfect taste. Hospital administration. Oil and gas. ലക്ഷ്യം ജോലിയെങ്കിൽ പഠിക്കൂ ആദ്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ. India's pride, my pride. VKC Pride. Celebrate hard work. Sun Medical and Research Center, a unit of Thrissur Heart Hospital Limited.
First NABH accredited hospital in Thrissur. Be the change. Be the future. With Jane deemed to be University Kochi. അമൃത്വേണി ഹെയർ എലിക്സിർ സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. തീർച്ചയായും ചർച്ചയിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മൾ ഇനി പോകുന്നത് BJP നേതാവ് പൃഥുവിലേക്കാണ്. പൃഥു, ഒരു രാഷ്ട്രീയ കൗതുകം കൊണ്ട് ചോദിക്കുകയാണ്, പ്രധാനമന്ത്രിയാകാൻ ഇനി ആരാണ് യോഗ്യൻ? NDA ആണ് വരുന്നതെങ്കിൽ 14 സീറ്റുകളിലെ നിതീഷ് കുമാർ ആണെന്നൊക്കെ കേൾക്കുന്നു. ആരാണ് പ്രധാനമന്ത്രിയാകാൻ യോഗ്യൻ? ഈ 10 വർഷത്തെ വലിയ തള്ളൊക്കെ കേട്ട ജനതയോട് ഒന്ന് പറയൂ പൃഥു. പ്രധാനമന്ത്രി ആരാണ് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ അത് നരേന്ദ്രമോദി തന്നെ എന്നുള്ള കാര്യത്തിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കളിയാക്കലിന്റെ ഒരു ധ്വനിയിൽ കളിയാക്കിയല്ല. അല്ല, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കേവലം ആധികാരികമാണോ അറിയില്ല എനിക്ക്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കണ്ടത് BJPയുടെ 400 സീറ്റാ. ആ 400 സീറ്റിന്റെ മൈനസിലാണ് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത്. നിങ്ങൾ ഞങ്ങള് കണ്ടതല്ല. നാഴികയ്ക്ക് 40 വട്ടം അത് പറഞ്ഞത് ആരാ? ഏറ്റവും ഒടുവിൽ പ്രവചനങ്ങളിലൂടെ പോലും പറയിപ്പിച്ചത് ആരാ? ഞങ്ങൾക്ക് കേവല ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നിങ്ങൾ പറയുന്നതിൽ ന്യായം. ഇന്ത്യ മഹാരാജ്യത്ത് ഭൂരിപക്ഷത്തിന്റെ നരേന്ദ്രമോദി കേവല ഭൂരിപക്ഷം ഇല്ല. BJP കേവല ഭൂരിപക്ഷം ഇല്ല. കേവല ഭൂരിപക്ഷം BJPക്കില്ല. NDAക്കുണ്ടല്ലോ സാർ. പക്ഷെ അതിലെ പാർട്ടികൾക്ക് കൂറുമാറ്റ നിരോധന നിയമവും ബാധകമല്ല. നിങ്ങൾ പിടിച്ചതുപോലെ അവർക്ക് ഇന്ത്യ മുന്നണിക്കും പിടിക്കാം അവരെ. അല്ല, അത് നോക്കട്ടെ. അങ്ങനെ അവരെ കൊണ്ട് നടക്കുന്ന കാര്യമാണെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്ത് അത്രമാത്രം നടക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്യട്ടെ. അങ്ങനെ അത്രമാത്രം കേമന്മാരുണ്ടെങ്കിൽ അത് ശരിയാണ്. BJP അതിന് കേമത്വം ഇന്ത്യ മുന്നണിയിൽ ആർക്കും ഇല്ല. അല്ല, അതെ. അപ്പൊ ഞങ്ങളെ ജനങ്ങൾ ഞങ്ങൾക്ക് 290+ തന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഉന്നയിച്ച ആശയങ്ങൾക്കും ഞങ്ങൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതിനുള്ള അംഗീകാരമാണ്. ആ അംഗീകാരത്തിന് താഴോട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാനൊക്കെ, ചിന്തിക്കാനും, നിങ്ങൾക്ക് കളിയാക്കാനും ഒക്കെയുള്ള അവസരമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ത്യ മഹാരാജ്യത്തിലെ ഞാൻ പരിഹസിച്ചല്ലെന്നേ. നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? നേരത്തെ പറഞ്ഞിരുന്നത് മോദിയാണ്. ഇപ്പോൾ 14 സീറ്റുകളുള്ള നിതീഷ് കുമാർ ആണെന്ന് കേൾക്കുന്നു. നിങ്ങളുടെ ഇടയിൽ നിന്ന് വന്ന് ഉയർന്നതാണ്. ഇനിയിപ്പോ കേവല ഭൂരിപക്ഷം BJPക്ക് ഒറ്റയ്ക്കില്ലാത്തത് കൊണ്ട് അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങളിലേക്ക് പോകുമോ എന്നറിയാനുള്ള ഒരു രാഷ്ട്രീയ കുതികത്വമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തിരിച്ചും പറയാലോ. അപ്പൊ 2 സീറ്റുള്ള ET മുഹമ്മദ് ബഷീറും മറ്റേ സമദാനിയും ജയിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ സമദാനിയാണ് അടുത്ത UPA സർക്കാരിന്റെ പ്രധാനമന്ത്രി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചും പറയാം. അങ്ങനെയാണെങ്കിൽ ഓരോ മാസത്തിലും ഓരോ ദിവസത്തിലും ഇങ്ങനെ പ്രധാനമന്ത്രിമാരെ ഉണ്ടാക്കി കൊണ്ടുവരുമല്ലോ. ഇപ്പൊ ഈ പറയുന്ന ടീമാണ് വരുന്നതെങ്കിൽ. അപ്പോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നിൽക്കട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ പറയുന്ന മാതിരിയുള്ള യാതൊരു ട്രെൻഡും കോൺഗ്രസിന് അനുകൂലമായി സംഭവിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 10 വർഷമായി ഒരു രാജ്യത്ത് ഒരു സംവിധാനം ഭരിക്കുന്നു. കഴിഞ്ഞ രണ്ടാം ഘട്ടത്തിൽ മോഡിയുടെ 2ാം വരവിൽ BJPയുടെ മാക്സിമം സീറ്റ് BJP നേടിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, അത് UP ആയിക്കോട്ടെ, മധ്യപ്രദേശ് ആയിക്കോട്ടെ, രാജസ്ഥാൻ ആയിക്കോട്ടെ. സ്വാഭാവികമായിട്ടും ഞങ്ങൾ കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമുണ്ട്. ഉത്തരേന്ത്യയിൽ നമുക്ക് ഹിന്ദി ഹൃദയ ഭൂമിയിൽ സീറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ BJP അടുത്ത സീറ്റ് നേടിക്കൊണ്ട് എങ്ങനെ ബാലൻസ് ചെയ്ത് ഭരണം പിടിക്കുമെന്നുള്ള സ്ട്രാറ്റജി ഞങ്ങൾക്കുണ്ടായിരുന്നു. ആ സ്ട്രാറ്റജി ഞങ്ങൾ വിജയിച്ചു. കർണാടക, കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ഈ ട്രെൻഡ് ഉണ്ടെങ്കിൽ എന്താ ഈ കോൺഗ്രസ് തൂത്തുവാരാഞ്ഞത്? അവിടെ കോൺഗ്രസിന് എത്ര സീറ്റാണുള്ളത്? നിങ്ങൾ നോക്കണം, കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. ഇടത് വലത് മുന്നണികൾ എല്ലാ കാലഘട്ടത്തിൽ ആ പരിപ്പോടെ വേവില്ല എന്ന് പറയുന്ന കേരളത്തിൽ BJP അക്കൗണ്ട് തുറന്നിരിക്കുന്നു. 70,000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുന്നു താമര ചിഹ്നത്തിൽ. നിങ്ങൾ അതെന്താ കാണാത്തത്? ഇനി നിങ്ങൾ ആന്ധ്രയിലേക്ക് നോക്കൂ, തെലങ്കാനയിലേക്ക് നോക്കൂ. അപ്പൊ സൗത്ത് ഇന്ത്യയിലേക്ക് കൂടി വേരോട്ടമുള്ള സീറ്റുകളുള്ള പാർട്ടിയായിട്ട് BJP മാറിക്കഴിഞ്ഞിരിക്കുന്നു. നോർത്ത് ഈസ്റ്റ് മേഖലയിൽ BJPക്ക് അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടിരിക്കുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ബംഗാളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള സ്വാഭാവികമായിട്ട് പഴയതുപോലെ CPM ഒന്നും കൂടി അവിടെ ശക്തി പ്രാപിച്ചപ്പോൾ ബംഗാളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ച സീറ്റ് കിട്ടിയില്ല. പക്ഷെ ബാക്കി എല്ലാ സ്ഥലവും കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ഞങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ അനുസരിച്ചുള്ള ഞങ്ങളുടെ സ്ട്രാറ്റജികളൊക്കെ കൃത്യമായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഇപ്പോഴും കേവല ഭൂരിപക്ഷം സീറ്റ് കൂടിയിട്ടില്ല. സാർ, ഞാനൊരിക്കട്ടെ, ഒരു തെരഞ്ഞെടുപ്പ് ആവുന്ന സമയത്ത് സ്വാഭാവികമാണല്ലോ ഇതൊക്കെ തന്നെ. ഇപ്പൊ അത് പറഞ്ഞാൽ മതി പിന്നെ തർക്കമില്ല. അല്ല, അത് സ്വാഭാവികമല്ലേ. പക്ഷെ ഞങ്ങൾക്ക് ഇപ്പോഴും ഭരണം നഷ്ടപ്പെട്ടില്ല സാർ. നെഹ്റുവിന്റെ കാലഘട്ടത്തിൽ മാത്രമാണ് 3ാം ടൈം വന്നിട്ടുള്ളത്. അത് പ്രതിപക്ഷമേ ഇല്ല.
അന്ന് പ്രതിപക്ഷമേ ഇല്ലാത്ത സാഹചര്യത്തിലാണ് നെഹ്റു 3ാം തവണയും വന്നത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് നോക്കൂ, നിങ്ങൾ കാശ്മീർ മുതൽ കേരളത്തിന്റെ ഈ ചെറുകിടതും വലുതുമായിട്ടുള്ള ജാതി മത വർഗീയവാദ സംഘടനകളെ മുഴുവൻ ബിജെപിയോ ജാതി മത വർഗീയ ശക്തി, അതായത് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും 2ാം ഘട്ടം മുതൽ പരസ്യമായി രാജ്യത്ത് വർഗീയത പറഞ്ഞു. മുജ്ര ഡാൻസ്, അതായത് ഈ മുഗളന്മാരുടെ കാലത്തുള്ള ഡാൻസിനെ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട് അവതരിപ്പിച്ചു. ഞാനൊക്കെ ഞെട്ടിപ്പോയി, ഒരു പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇങ്ങനെയൊക്കെ പറയുമോ എന്ന്. ബിജെപി നേതാവിന് പറയാം, നദ്ദയ്ക്ക് പറയാം. ഒരിക്കലുമില്ല. ഇവിടെ CAയുടെ പേര് പറഞ്ഞുകൊണ്ട്, ഇന്ത്യൻ മഹാരാജ്യത്തെ ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും ബാധിക്കാത്ത CAയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇലക്ഷന് മുതൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവിടെ വർഗീയത പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് നടത്തിയതാരാണ്? കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും അല്ലേ? അതിനപ്പുറത്ത് മോദി പറഞ്ഞത് എന്താ? മോദി കൃത്യമായി സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്തു. ആ സ്ട്രാറ്റജി എന്താണ്? BJPയുടെ അടിസ്ഥാന വോട്ടായിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ, OBC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവരുടെ സംവരണത്തെ എടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വത്തിനെ എടുത്തുകൊണ്ട് ഏതെങ്കിലും മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വിഭാഗത്തിന് കൊടുക്കാൻ ശ്രമിക്കുന്ന കോൺഗ്രസിന്റെ പോളിസിയാണ് ചോദ്യം ചെയ്തത്. മണിപ്പൂരിൽ മണിപ്പൂർ സാർ, മണിപ്പൂർ നിങ്ങൾ ഇപ്പോഴും പറയുന്നുണ്ടല്ലോ, ഈ കുംകികളും മേത്തികളും തമ്മിലുള്ള കലാപത്തിന് 100 വർഷത്തെ പഴക്കമുണ്ട് സാർ. അവിടെ BJP വരാൻ തുടങ്ങിയിട്ട് 15 വർഷമേ ആയിട്ടുള്ളൂ. കുംകികളും മേത്തികളും ബ്രിട്ടീഷ് പീരീഡ്, ഈ 15 വർഷവും ഈ ഭരണമുള്ള 10 വർഷവും ഇത്രയേറെ കലാപം നടന്നിട്ടും വിദേശ രാജ്യങ്ങളിലൊക്കെ സന്ദർശിച്ച മോഡി ഒരു വാക്ക് അവിടെ പോയി പറഞ്ഞോ? ആശ്വസിപ്പിച്ചോ? ഇതൊക്കെ ജനം കാണുകയാണ്. പ്രന്തു, എത്ര നാളാണ് ജനത്തിന്റെ വായ ഇങ്ങനെ മൂടിക്കെട്ടാനാകുന്നത്? ഞാൻ ചോദിക്കും, ഒരു സ്ഥലത്ത് കലാപത്തിന്റെ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന സ്ഥാനത്ത് ഏതെങ്കിലും പക്ഷത്തിന്റെ ആളാണെന്ന് നിങ്ങൾ പറഞ്ഞു വരുത്തുന്ന മോഡി അവിടെ പോയി കഴിഞ്ഞാൽ സമാധാനമാണ് ഉണ്ടാവുക? അതേ സമയത്ത് അദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിനകത്ത് മണിപ്പൂരിന്റെ സംഭവങ്ങളെ കൃത്യമായിട്ട് അദ്ദേഹം അപലപിച്ചില്ലേ? അതിന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞില്ല. അവിടുത്തെ അമ്മമാരോട് അദ്ദേഹം പരസ്യമായിട്ട് അദ്ദേഹം മാപ്പ് പറഞ്ഞല്ലോ. അങ്ങനെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കലാപം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് ഇന്ത്യയുടെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ പോയിട്ട്, അഡ്വക്കേറ്റ് രാജീവ്, ഈ കേരളത്തിനപ്പുറത്തേക്ക് ദേശീയ തലത്തിൽ എന്തൊക്കെ സാധ്യതകളാണ് ഇപ്പോൾ കാണുന്നത്? ഇടത് കക്ഷികൾ സീറ്റ് നില 1ഓ 2ഓ ഒക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച്. കേരളത്തിൽ ആ സ്റ്റാറ്റസ് നിലനിർത്തിയെന്ന് താങ്കൾ അവകാശപ്പെടുന്നു. എന്നാലും അതൊരു തിരിച്ചടിയായി തന്നെയാണ് രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കാണാനാകുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും ദേശീയ തലത്തിൽ വലിയ ശക്തിയൊന്നുമില്ലാത്ത ഇടതുപക്ഷം അവരുടെ സീറ്റ് വർദ്ധിപ്പിച്ചു. 3ൽ നിന്ന് 4ആക്കി ഉയർത്താൻ CPIM-ന് സാധിച്ചു. അതൊക്കെ ശരിയായിരിക്കാം. അതൊക്കെ കോൺഗ്രസിന്റെ കൂടി കൂട്ടുകെട്ടോടു കൂടിയാണ് എന്ന് നിജേഷും പറയുകയും ചെയ്തു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തൊക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ തുടർന്നുള്ള മണിക്കൂറിൽ കാണുന്നത്? നിങ്ങളുടെയൊക്കെ ഉദ്ദേശപ്രകാരം, നിങ്ങളൊക്കെ പറയുന്നത് പ്രകാരം നോക്കുമ്പോൾ ഒരു ഫാസിസ്റ്റ് വിരുദ്ധ സഖ്യകക്ഷിയുടെ അധികാരത്തിനുള്ള പ്രവേശന സാധ്യതകൾ ഏതൊക്കെ തരത്തിലാണ് ഇപ്പോൾ കാണുന്നത്? അഡ്വക്കേറ്റ് രാജീവ്, രാവിലെ മുതൽ ഇപ്പോൾ ഉണ്ടായ ഇലക്ഷൻ, ഇന്നിപ്പോൾ ഉണ്ടായ ഇലക്ഷൻ റിസൾട്ട് പിന്നെ LDF സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ പോരായ്മ കൊണ്ട് അതിൻ്റെ തിരിച്ചടിയായിട്ടുള്ള ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം ഒരു വിഭാഗം മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നൊക്കെ രാവിലെ മുതലേ ആ ഒരു ശ്രമം പിന്നെ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായിട്ട് നടത്തി വരുന്നു. അപ്പോൾ നേരത്തെ സഹപാനലിസ്റ്റ് അദ്ദേഹം പറഞ്ഞതുപോലെ അതിനെ അടിവരയിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷൻ റിസൾട്ട് വന്നു. അതിലും കിട്ടിയത് ഇതേപോലെ ഒരേ ഒരു സീറ്റാണ്, ആലപ്പുഴ സീറ്റ്. അപ്പോൾ അന്ന് പിന്നെ അത് പിന്നെ സർക്കാരിൻ്റെ, പിണറായി വിജയൻ സർക്കാരിൻ്റെ, ഇടതുപക്ഷ സർക്കാരിൻ്റെ പിന്നെ ഭരണവിരുദ്ധ വികാരമാണ്. ഞാൻ രാജീവ് ഇതേ ചോദ്യവുമായി രാജീവിലേക്ക് തിരിച്ചെത്താം. എന്തോ ഒരു ചെറിയ, താങ്കളുടെ ശബ്ദത്തിൽ എന്തോ ഒരു നോയ്സ്, അത് ഒന്ന് ഞങ്ങളുടെ ടെക്നിക്കൽ വിഭാഗം ഒന്ന് പരിഹരിക്കട്ടെ. ഞാൻ തിരിച്ചെത്താം താങ്കളിലേക്ക് തിരിച്ചെത്താം. ശ്രീ റജി ലൂക്കോസിലേക്ക് പോവുകയാണ്. റജി ലൂക്കോസ്, ദേശീയ രാഷ്ട്രീയത്തിൽ ഇനിയുള്ള സാധ്യതകൾ എന്തൊക്കെയാണ്? ആരെ പ്രധാനമന്ത്രിയാക്കി മുന്നോട്ട് പോയാൽ വിജയിക്കും? കാരണം ഇപ്പോൾ ഇത് ചോദിക്കാൻ കാര്യം, നിതീഷ് കുമാറിനെ വരെ പ്രധാനമന്ത്രിക്ക് യോഗ്യനാണെന്ന അർത്ഥത്തിൽ BJP കേന്ദ്രങ്ങൾ ഉയർത്തുന്നുണ്ട് വാദം. അത് ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയ കളികൾ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. അപ്പോൾ ഏതൊക്കെ സാധ്യതകളാണ് ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ബാക്കിയുള്ളത് മതേതര ചേരികൾക്ക്? സത്യം പറയാണ് സഹതാവും തോന്നുന്നു. കാരണം എന്തുകൊണ്ടാണ് 400 സീറ്റ് നേടുമെന്നും 1 നേഷൻ 1 ലീഡർ, അതായത് മോദി 1 ലീഡറായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതാവസാനം വരെ ഇന്ത്യ ഭരിക്കാമെന്നും, അതുകൂടാതെ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുമെന്നും, CAA അടിച്ചേൽപ്പിക്കുമെന്നും, NRC നടപ്പാക്കുമെന്നും, പാകിസ്ഥാനാണ് കോൺഗ്രസ് ജയിക്കുന്നതിൽ പ്രാർത്ഥന നടത്തണമെന്നും, പിന്നെ മുസ്ലിം സഹോദരങ്ങളുടെ, ഈ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും മതേതരത്തിനും വലിയ സംഭാവനകൾ അന്ന് ഇന്നും നൽകുന്ന മുസ്ലിം സഹോദരങ്ങള് അവർക്ക് വേണ്ടിയിട്ട് ഹിന്ദുക്കളുടെ താലിമാല വലിച്ചു പറിച്ച് കോൺഗ്രസ് അവർക്ക് കൊടുക്കുമെന്നും, സംവരണം മുഴുവൻ അവർക്ക് കൊടുക്കുമെന്നും, സമ്പത്ത് മുഴുവൻ അവർക്ക് കൊടുക്കുമെന്നും, ആ ഒടുവിൽ
മഹാത്മാഗാന്ധിയെ കുറിച്ച് പോലും ലോകത്തിന് മുമ്പിൽ ഈ മഹത്തായ രാജ്യം ഇന്നും അന്തസ്സോടുകൂടി ലോകത്തിന് മുമ്പിൽ നെഞ്ചു വിരിച്ചു നിൽക്കുന്നത് ഏറ്റവും മനോഹരമായ സ്വാതന്ത്ര്യ സമരത്തിലൂടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകി നേടിത്തുന്ന മഹാത്മാഗാന്ധിയെ ഈ മനുഷ്യന് ഒരു ഉളുപ്പില്ലാതെ പറയുവാണ് ചാനലിൽ ഇരുന്നുകൊണ്ട്. എന്താ പറഞ്ഞേ? ഈ മഹാത്മാഗാന്ധി ലോകം മുഴുവൻ അറിയപ്പെട്ടത് 1982 ഗാന്ധി എന്ന സിനിമ, റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി എന്ന സിനിമയിലൂടെയാണ് ഗാന്ധിജി ലോകത്തിന് മുമ്പിൽ അറിയപ്പെടുന്ന പറഞ്ഞത്. ഈ പറയുന്ന നരേന്ദ്രമോദി എത്ര മോശമായിട്ടാണ് മഹാത്മാഗാന്ധിയെ പോലും ഇദ്ദേഹം അവഹേളിച്ചത്. ചരിത്രബോധത്തിന്റെ ഒരു കണികയുണ്ടെങ്കിൽ ലോകത്ത് മുഴുവൻ മാധ്യമങ്ങൾ അത് അപലപിച്ചു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയ ഇനി ഗാന്ധിജി ആരാ? നെൽസൺ മണ്ടേല, പിന്നെ മാർട്ടിൻ ലൂതർ കിങ്, എന്തിനാ നമ്മുടെ പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സൺ വരെ പറഞ്ഞു ഞങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ പ്രചോദനം ഗാന്ധിജിയാണെന്ന്. ലോകത്തിൽ എവിടെ പോയാലും മഹാത്മാഗാന്ധിയുടെ ചിത്രങ്ങളോ ഐൻസ്റ്റീൻ അടക്കം പറഞ്ഞു. ഈ മജ്ജയും മാംസവും ഏന്തി ഒരു മനുഷ്യൻ നടന്നുപോയെന്ന് വരും തലമുറ വിശ്വസിക്കില്ല. തീർച്ചയായിട്ടും ഐൻസ്റ്റീൻ പറഞ്ഞു. ആരാണ് ഐൻസ്റ്റീൻ? ഐൻസ്റ്റീൻ ആരാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിയാവുന്ന എനിക്കറിയത്തില്ല. ഞാനത് അത്ര ചെറുതായിട്ട് പറയുന്നതല്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ഭരണത്തിലേറാൻ വേണ്ടി അവസാനം ഞാൻ ദൈവമാണെന്നും പറഞ്ഞുകൊണ്ട് ധ്യാനം വരെ ഇരുന്ന് വിവേകാനന്ദന്റെ പാറയിൽ പോയിരുന്നുകൊണ്ട് വിദ്വേഷം പറയാൻ വേണ്ടിയിട്ട് ജനങ്ങളെ ക്യാമറയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ട് മോഡലിനെ പോലെ നാണം കെടുത്തിയ ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യ, ഒരുപക്ഷെ ലോകം മറ്റു ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ഏകാധിപത്യത്തിലേക്ക് കടന്നു പോകുന്ന ഒരു തനിക്കുമാകാമെന്ന് ഉള്ള കഠിന ശ്രമം നടത്തിയ അദ്ദേഹത്തിന് ഇനി പ്രധാനമന്ത്രി പദത്തിലേക്ക് പോകുമ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യാതെ നിതീഷ് കുമാറിനെ ഭരണം നിലനിർത്താൻ വേണ്ടി പ്രധാനമന്ത്രിയാക്കുക എന്ന് പറഞ്ഞത് അത് ഈ രാജ്യത്തേക്ക് ഇപ്പോൾ നമ്മൾ കേട്ടിരിക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു കാവ്യ നീതിയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി രണ്ടാമത്തെ വസ്തുത എന്താ? ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി 2019 വാരണാസിയിൽ നേടിയ ഒരു ഭൂരിപക്ഷത്തില 4,82,000 വോട്ടാണ് അദ്ദേഹം നേടിയത്. അദ്ദേഹം അന്ന് 2 തവണ മാത്രമേ അവിടെ പ്രചരണത്തിന് പോയുള്ളൂ. നോമിനേഷൻ കൊടുക്കുന്ന ദിവസവും അതിനുശേഷം ഒറ്റ പ്രാവശ്യവും. പക്ഷെ ഇത്തവണത്തെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം എത്രയാ? 1,00,000 1.5 ലക്ഷം മാത്രം. അദ്ദേഹം ആദ്യത്തെ 2 ഫേസിൽ വോട്ടെണ്ണുമ്പോൾ അദ്ദേഹം 8,000 വോട്ടിന് പുറയിലായിരുന്നു. അതോടുകൂടി ആ ഒരു വോട്ടിന് പുറയിലാണെങ്കിൽ പോലും നരേന്ദ്രമോദി അതോടുകൂടി ഇന്ത്യയിലെ ജനങ്ങൾ എഴുതി തള്ളി അദ്ദേഹത്തിന് യോഗ്യതയില്ല എന്ന് അദ്ദേഹം തെളിച്ചു കഴിഞ്ഞു. ആ നാണം കെട്ട് അദ്ദേഹത്തിന്റെ അരുമശിഷ്യനും അദ്ദേഹത്തിന്റെ എല്ലാ ഭരണ വികൃതികൾക്കും കൂട്ടുനിന്ന ഈ രാജ്യം വലിയ രീതിയിൽ നെഗറ്റീവായിട്ട് കിടന്ന അദ്ദേഹത്തിന്റെ അരുമശിഷ്യ അമിത്ഷാ പോലും 4 ലക്ഷത്തിന് മുകളിലേക്ക് വോട്ട് നേടിയപ്പോൾ ഈ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എത്രയും വെറുക്കപ്പെട്ടവനായി മാറി എന്നുള്ളവരും ഇനിയിപ്പോ ആരെങ്കിലും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം ഒരു നിമിഷം പോലും പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാനായിട്ട് യോഗ്യതയില്ല. ഇനി RSSന്റെ നിലപാട് പറയാം. RSSന്റെ ആവശ്യം ഇനി ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് ബഹുമാനപ്പെട്ട BJPയുടെ ദേശീയ പ്രസിഡന്റ് നദ്ദ പറഞ്ഞു ഒരു തെരഞ്ഞെടുപ്പിന്റെ കേവലം 8 ദിവസങ്ങൾക്ക് മുമ്പ്. എന്താ പറയാൻ കാരണം? RSS ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദമായിരുന്നു. മോദിയോടുള്ള നരേന്ദ്രമോദിയോടുള്ള അവരുടെ അകൽച്ച അവർ പ്രകടമാക്കി കഴിഞ്ഞു. അവരെ ഈ തെരഞ്ഞെടുപ്പിൽ നിശബ്ദരായിരുന്നു. RSS ഇനി ഒരിക്കലും പ്രധാനമന്ത്രിയാകാൻ നരേന്ദ്രമോദി അനുവദിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിതിൻ ഗഡ്കരി എന്ന് പറയുന്നൊരു ഏതാണ്ട് 2ാം സ്ഥാനത്ത് പോപ്പുലർ ആയിട്ടുള്ള BJPയുടെ നേതാവുണ്ട്, മുൻ BJPയുടെ ദേശീയ പ്രസിഡന്റാ. അദ്ദേഹം ഒരു മോദി വിരുദ്ധനാ. അതായത് BJPയിൽ സാമാന്യ ജനാധിപത്യ ബോധമുള്ള ജനകീയ അടിത്തറയുള്ള നേതാവാണ് നിതിൻ ഗഡ്കരിയെ. ആ നിതിൻ ഗഡ്കരിയെ അദ്ദേഹത്തിന്റെ നാഗ്പൂരിൽ പരാജയപ്പെടുത്താൻ അവിടെ ഏകനാഥ് ഷിൻഡെ പോലുള്ളവരെയൊക്കെ കരുവാക്കിക്കൊണ്ട് കഠിന ശ്രമം നടത്തി ഈ മോദി. പക്ഷെ അദ്ദേഹം വിജയിച്ചു വന്നു. അദ്ദേഹമൊക്കെ ഒരു റിബലായിട്ട് മാറും. ഒന്ന്. ഇനി മറ്റൊരു ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത്, നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇനി ആരുമല്ല എന്നുള്ളൊരു തെളിഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹം ഭരണത്തിലേക്ക് പിന്തുടർച്ചയിൽ എന്തെങ്കിലും കുതികാലി വെട്ടിത്തിരക്കൂടെ അദ്ദേഹം അധികാരത്തിലേറിയാൽ ഉച്ചകോടിക്ക് പോകാൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് ക്യാൻസൽ ചെയ്യുമോ? അല്ല, അത് പിന്നെ ഉറപ്പായിട്ട് ക്യാൻസൽ ചെയ്യില്ല. ഇനി ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഗാന്ധിജിയെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത നരേന്ദ്രമോദിക്ക് ഇനി ലോകത്തിന് മുമ്പിൽ ലോകത്തെ ജനാധിപത്യ വിശ്വാസികളുടെ വെളിച്ചവും തെളിച്ചവും റോൾ മോഡൽ പോയ മഹാത്മാഗാന്ധി അപമാനിച്ചതോടുകൂടി ഇനി അദ്ദേഹത്തിന് ഏത് രാജ്യത്ത് പോയി നിന്ന് നിൽക്കാൻ പറ്റും? അത് അദ്ദേഹം പോവായിരിക്കും, പക്ഷെ അദ്ദേഹത്തിന് നിൽക്കാൻ പറ്റുമോ? ജനാധിപത്യ വിശ്വാസികളായ ലോകത്തെ പ്രധാനമന്ത്രിയായാലേ പോകാൻ പറ്റൂ. പ്രധാനമന്ത്രി ആവുമോ? നിലനിൽക്കുമോ? അത് നിതീഷ് കുമാർ അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അവർ അവകാശപ്പെട്ടാലും അല്ലെങ്കിൽ ആവശ്യപ്പെട്ടാലും അദ്ദേഹം തയ്യാറാകത്തില്ല. ശരത് പവാർ എന്ന് പറയുന്ന അഗ്രഗണ്യനായ വൃദ്ധനായ നേതാവ് ഈ പറയുന്ന നമ്മുടെ ബീഹാർ മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ബിജു പട്നായിക്കിനെയും നമ്മുടെ PDP ആന്ധ്രാപ്രദേശിൽ അധികാരത്തിലേറാൻ പോകുന്ന ചന്ദ്രബാബു നായിഡു വിളിച്ചു. ചന്ദ്രബാബു നായിഡു അനുകൂലമായി പ്രതികരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നായിഡുവിനെ ജയിലിലിട്ടിട്ട് 1 വർഷമായുള്ളൂ. അത് ഈ EDയെ കൊണ്ട് നരേന്ദ്രമോദി ജയിപ്പിച്ചാണ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. രാജ്യത്തെ പ്രബല കക്ഷികളായ കോൺഗ്രസിന്റെയും CPMന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ച്
ജനാധിപത്യ പ്രക്രിയയിൽ അവർക്ക് ഒരു സ്ഥാനം പോലും നൽകാതെ കണ്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള ഫണ്ട് പോലും നിരോധിച്ച ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണകൂടത്തിന്റെ തലവനെ എങ്ങനെയാണ് ഇനി ഇന്ത്യൻ ജനാധിപത്യത്തിൽ ഒരു പ്രധാനമന്ത്രിയാകാനായിട്ട് അവർ തന്നെ തയ്യാറാകുന്നത്? ഇനി 2 മുഖ്യമന്ത്രിമാരെ പിടിച്ചകത്തിട്ടു. എന്തിനാ വീണ്ടും അധികാരത്തിലേറാനായിട്ട്? വിനാശകാല വിപരീത ബുദ്ധി പോലെ ജനാധിപത്യത്തിന്റെ കുളിർമ ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇന്ത്യൻ ജനാധിപത്യം ഇദ്ദേഹത്തിന്റെ ചെവിക്ക് പിടിച്ച് മൂലക്കിരുത്തിരിക്കുക. ഒരു തർക്കമില്ല കാര്യത്തിൽ. തീർച്ചയായും അഡ്വക്കേറ്റ് രാജീവ്, ഞാൻ തിരിച്ചെത്തിയാൽ എന്തൊക്കെയാണ് ദേശീയ രാഷ്ട്രീയത്തിലെ സാധ്യതകളായി ഇനി താങ്കൾ കാണുന്നത്? ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഹലോ, കേൾക്കാമോ? ഞാൻ നേരത്തെ പറഞ്ഞു വന്നത്, അപ്പോൾ പിന്നെ 2019 തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിനെ തുടർന്ന് അത് ഭരണവിരുദ്ധ വികാരമാണ് എന്ന് സ്ഥാപിക്കാനായിട്ട് ശ്രമിച്ച ആളുകൾ അന്നും ഉണ്ടായിരുന്നു. ഇന്നത്തെ ദിവസവും കണ്ടത് അത് തന്നെ. ഒരു വിഭാഗം മാധ്യമങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. LDF സർക്കാരിന്റെ, ഇടതുപക്ഷ സർക്കാരിന്റെ, പിണറായി വിജയൻ സർക്കാരിന്റെ ഭരണ പരാജയത്തിന്റെ ഒരു മകുടോദാഹരണമാണ് വിളിച്ചത് എന്നൊക്കെ അതെ. ഞാൻ നേരത്തെ ശ്രീ ജോണി ലൂക്കോസ് സാറ് പറഞ്ഞതിന്റെ അതിന് അടിവരട്ടെ എന്ന് ഞാൻ മുഴുമിപ്പിക്കുകയാണ്, അതിനെ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരുന്നു. വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. അതിൻ്റെയൊക്കെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുമ്പുണ്ടായതിൻ്റെ തനിയാവർത്തനം തന്നെയായിരിക്കും വീണ്ടും ഉണ്ടാവുക എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. വീണ്ടും ഇടതുപക്ഷ സർക്കാർ തന്നെ വീണ്ടും വരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം പൂർണ്ണമായി ആധിപത്യം ഉണ്ടാവും. അതൊക്കെ വീണ്ടും സംഭവിക്കും. ഇന്നത്തെ ദിവസം നമ്മൾ പ്രതിഫലിച്ച് കണ്ടത് ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ BJPയുമായി പ്രധാനമായും മത്സരിക്കുന്ന കക്ഷി എന്നുള്ള നിലയിൽ കോൺഗ്രസിന് ജനങ്ങൾ കൊടുത്ത BJP വിരുദ്ധ വോട്ടുകളുടെ ഒരു സമാഹരണം പോയെന്നേ ഉള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം സംഭവിച്ചതാണ്. അതിൻ്റെ തനിയാവർത്തനം തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ ജനങ്ങൾ തമസ്കരിച്ച ഒരു നേതാവാണ് നരേന്ദ്രമോദി എന്നുള്ള എൻ്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടത്. 5 ലക്ഷത്തിൽ പരം വോട്ടിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച BJPയുടെ സ്റ്റാർ ക്യാമ്പയിനറായിരുന്നില്ലേ നരേന്ദ്രമോദി? ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടെ ശ്രീ ശശി തരൂറും ആറ്റിങ്ങൽ പാർലമെന്റിൽ ശ്രീ അടൂർ പ്രകാശും ഒക്കെ ജയിച്ചതുപോലെ ഇഴഞ്ഞ് ഒരു വിധത്തിൽ കയറിപ്പോയ ഒരു നേതാവാണ് ഇദ്ദേഹമാണ്. ഈ BJPയിൽ ഇന്ത്യ ഒട്ടാകെ BJPയുടെ സ്റ്റാർ ക്യാമ്പയിനർ എന്ന് പറയുമ്പോഴത്തേക്ക് BJPയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഏറ്റവും ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ജനവിരുദ്ധ സർക്കാരിൻ്റെ പതനമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതിപ്പോൾ സാങ്കേതികമായി കുറച്ച് സീറ്റുകളുടെ ഒരു മേൽക്കൈ അവർക്ക് ഉണ്ടായത് എന്തുകൊണ്ടാണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. നമുക്കറിയാം, ഒരു കാര്യശേഷിയില്ലാത്ത, കാര്യപ്രാപ്തിയില്ലാത്ത ഒരു നേതൃത്വം കോൺഗ്രസിൻ്റെ തലപ്പത്ത് വന്നതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവർ ചത്തതിനൊപ്പമേ ജീവിച്ചിരിക്കലും എന്നുള്ള മട്ടിൽ ഇപ്പോൾ BJP സർക്കാർ വന്ന് നിൽക്കുന്നത്. ജയിച്ചോ എന്ന് ചോദിച്ചാൽ ജയിച്ചു, ജയിച്ചില്ലേ എന്ന് ചോദിച്ചാൽ ജയിച്ചില്ല. ഒരു അവകാശവാദം ഉന്നയിക്കാൻ പോലും ഇവർക്കാർക്കും കഴിയാത്തൊരു സ്ഥിതി. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ ഇന്നിപ്പോൾ BJPക്ക് എന്തെങ്കിലും ഒരു തുടർ സാധ്യത വീണ് കിട്ടുന്നുവെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദി എന്ന് പറയുന്നത് നിഷ്ക്രിയമായ, കാര്യശേഷിയില്ലാത്ത, ദീർഘവീക്ഷണമില്ലാത്ത കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് കൊണ്ട് മാത്രമാണ്. ഇവർക്ക് വീണ്ടും, കാരണം ജനങ്ങൾ ഇവരെ തമസ്കരിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദിയെ ജനങ്ങൾ തമസ്കരിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ലെവലേശം മാന്യതയുണ്ടെങ്കിൽ അദ്ദേഹം തികഞ്ഞ ഒരു യോഗിയാണെന്നുണ്ടെങ്കിൽ, കാപട്യക്കാരനല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം പോകേണ്ടത് എവിടെയെങ്കിലും ഏതെങ്കിലും ആശ്രമത്തിൽ പോയി അദ്ദേഹം ഭജനം ഇരിക്കുക, തുടരുക. മോദിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പീഡനങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ ഇരകളായത് ആം ആദ്മി പാർട്ടിയും ജാർഖണ്ഡ് മുക്തി മോർച്ചയുമാണ്. അതായത് സോറനും കെജ്രിവാളും. പക്ഷെ ഈ രണ്ടിടത്തും BJPക്കാണ് നേട്ടമുണ്ടാക്കിയത്. മുക്തി മോർച്ചയ്ക്കും, ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്കും ആം ആദ്മി പാർട്ടിക്കും വലിയ നേട്ടമുണ്ടാക്കാനായില്ല. അതായത് രണ്ടാം ഫേസ് കഴിഞ്ഞ് വലിയ അർത്ഥത്തിൽ ട്വിസ്റ്റ്, മോദിക്കും അമിത്ഷായ്ക്കും ഒക്കെ ഉത്തരം പറയേണ്ട ട്വിസ്റ്റ് ഇന്ത്യ മുന്നണിക്ക് വേണ്ടി പ്രചരിപ്പിച്ച ആളാണ് ഈ കെജ്രിവാൾ. അങ്ങനെ വലിയ അർത്ഥത്തിൽ പ്രചരണത്തിൽ ട്വിസ്റ്റ് നൽകി. പക്ഷെ അതിൻ്റെ നേട്ടമുണ്ടായില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ധാർമ്മികമായി ഇന്ത്യ മുന്നണി മുമ്പോട്ട് വെച്ച രാഷ്ട്രീയത്തിന് വിജയമായോ എന്നുള്ളതാണ്. അല്ല, 1-2 സ്റ്റേറ്റുകളിൽ, നമ്മൾ പ്രത്യേകിച്ചും ഡൽഹിയിൽ നമ്മൾ ഉദ്ദേശിച്ച തലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്.
പക്ഷെ അതുകൊണ്ട് മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്സ് ഇല്ലാതായി എന്ന് പറയാൻ പറ്റില്ലല്ലോ. ആം ആദ്മിയും കോൺഗ്രസും തമ്മിൽ കൈകോർത്ത സംസ്ഥാനങ്ങൾ ഹരിയാനയിലും അതുപോലെ തന്നെ ഗുജറാത്തിലൊരു സീറ്റ് കോൺഗ്രസ് എത്തിയില്ല. അല്ല, പഞ്ചാബിൽ ഞങ്ങൾ 2 മത്സരിച്ചു. BJP അവിടെ ഞങ്ങൾ ആ സ്ട്രാറ്റജി തന്നെയാണ് വിജയിച്ചത്. BJP അവിടെ 3ാം സ്ഥാനത്ത് തന്നെയാണ്. 3ാം സ്ഥാനത്താണ് BJP ഉള്ളത്. അപ്പം അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം BJPക്ക് അവിടെ ഒരു എൻട്രി കൊടുത്തില്ല. ആം ആദ്മിയും കോൺഗ്രസും കൈകോർത്ത സമയത്ത് മഹാരാഷ്ട്രയിൽ അദ്ദേഹം കേജ്രിവാൾ പങ്കെടുത്ത ഏറ്റവും വലിയ റാലി നടന്നത് മഹാരാഷ്ട്രയിലാണ്. അപ്പൊ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിന് അത് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യാൻ ഇന്ത്യയിലെ എല്ലാ ഗ്രാമങ്ങൾക്കകത്ത് പോലും അതിനെതിരെയുള്ള പ്രതിഷേധം ഉയരാനൊക്കെ കാരണമായി. അപ്പോൾ സാങ്കേതികമായി 2 സീറ്റ് തോറ്റു എന്നുള്ളത് കൊണ്ട് മുന്നോട്ട് വെച്ചൊരു പൊളിറ്റിക്സോ പോളിസിയോ തെറ്റാണ് എന്നല്ല. നമുക്കറിയാം, രാംലീല മൈതാനിയിൽ ഒത്തുചേർന്ന 28 രാഷ്ട്രീയ പാർട്ടികളുടെ കൈകോർക്കലാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് മാറ്റി മറിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിന്റെ അറസ്റ്റിന് ശേഷമുള്ള, പിന്നീട് അദ്ദേഹം വന്നതിന് ശേഷമുള്ള സ്വീകരണം, അപ്പോൾ അതൊക്കെ സ്വാഭാവിക ജയിച്ചില്ല എന്നുള്ളത് കൊണ്ടാ നമ്മൾ മുന്നോട്ട് വെച്ച പോളിസി ശരിയല്ല എന്നല്ല. ഇനി രണ്ടാമത്തത്, കോൺഗ്രസ് CPMന്റെ പ്രതിനിധി പറഞ്ഞ് ഞാൻ മറുപടി പറയാനില്ല. കോൺഗ്രസിന്റെ പത്രസമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി പറഞ്ഞു, ഞങ്ങൾ ഏകപക്ഷീയമായി കാര്യങ്ങൾ പറയില്ല, ഞങ്ങളുടെ അലയൻസുമായി കക്ഷികളുമായി ആലോചിച്ച് മാത്രമേ തീരുമാനമെടുക്കൂ. ഞാൻ അവസാനമായി ചർച്ച വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നിതീഷിനോട് ഡയറക്റ്റ് ഒരു ചോദ്യം, ശങ്കരാടിയോട് ബോബി കുട്ടാരക്കരെ ചോദിച്ച ആ ചോദ്യം, എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിച്ചല്ലോ. എങ്ങനെ ഇനി സർക്കാർ ഉണ്ടാക്കും? 235, അത് കൂടിയാലും 240, എന്നാൽ പോലും കേവല ഭൂരിപക്ഷത്തില്ല. എങ്ങനെ സർക്കാർ ഉണ്ടാക്കും? എന്താണ് മുമ്പിലുള്ള സാധ്യത? ഒന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന പാകത്തിൽ സാധ്യതകൾ ചൂണ്ടിക്കാണിക്കൂ. പരിമിതി ഉണ്ടാകാം ഒരു കോൺഗ്രസ് നേതാവ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ല എങ്കിൽ ഒരിക്കലെങ്കിലും BJPക്ക് എതിരെ നിന്ന ആളുകളാണ് ഉള്ളത് എങ്കിൽ, ഒരിക്കലെങ്കിലും BJPക്ക് എതിരെ രാഷ്ട്രീയം കളിച്ച രാഷ്ട്രീയ സംഘടനകളാണ് ചന്ദ്രബാബു നായിഡുവിന്റെയും ജനതാദളിന്റെയും ഉള്ളത് എങ്കിൽ, JDU ഉൾപ്പെടെ നമ്മൾക്കറിയാലോ, TDPയുടെ ചന്ദ്രബാബു നായിഡു ഒരു കാലഘട്ടത്തിൽ ഒരു ദേശീയ സഖ്യത്തിന്റെ ചെയർമാൻ അല്ലായിരുന്നോ? അപ്പോൾ അതൊക്കെ വളരെ സ്വാഭാവികമായതാണ്. BJPക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ല എങ്കിൽ നമ്മൾക്കറിയാം, BJP ഓരോ രാഷ്ട്രീയ കക്ഷികളെയും കൂടെ പിടിച്ചിരിക്കുന്നത് ഭീഷണിപ്പെടുത്തിയിട്ടാണ്, ബ്ലാക്ക് മെയിൽ ചെയ്തിട്ടാണ്, ജയിലിലിടുമെന്ന് പറഞ്ഞിട്ടാണ്. ചിദംബരവും DK ശിവകുമാറിനെ പോലെയുള്ള ആളുകൾ ജയിലിൽ കിടന്നു, ദീർഘകാലം ജയിലിൽ കിടന്നു. രാഹുൽ ഗാന്ധിയെ പോലുള്ള ആളുകൾ ചോദ്യം ചെയ്യലിന് വിധേയമായി. അതിന്റെ ബാക്കിയാണ് സ്വർണം കേജ്രിവാളും ഒക്കെ അനുഭവിച്ചത്. അപ്പോൾ BJPക്ക് ഒന്ന് വീണാൽ ഒന്ന് ചവിട്ടാൻ തയ്യാറായി നിൽക്കുന്ന ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യ രാജ്യത്തുണ്ട് എന്ന ഓർമ്മ ഞങ്ങൾക്ക് തിരക്കില്ല. ആരും ഓടിപ്പോയി നരേന്ദ്രമോദി ഇന്ന് നമ്മളൊക്കെ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഭാഷയിൽ രാഹുൽ ഗാന്ധിയുടെ വയസ്സിന്റെ സീറ്റ് പോലും കിട്ടില്ല എന്ന് ആക്ഷേപിച്ചെടുത്തു നിന്ന് രാഹുൽ ഗാന്ധി ഉയർന്നു വന്നിട്ടുണ്ട് എങ്കിൽ ഒരു തിരക്കും വേണ്ട, ഒരു തിരക്കുമില്ലാതെ തന്നെ മോദിയെ താഴെ ഇരുത്താൻ ആവശ്യമായ ഒരു ഭൂരിപക്ഷം ഉണ്ടാക്കാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇന്ത്യ മുന്നണിക്കുണ്ട്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട്. അവിടേക്ക് എത്തും ഇന്ത്യൻ ജനാധിപത്യം എന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് ചർച്ചയെ. റിസോർട്ടുകളൊക്കെ വേണം, കാരണം വലിയ കക്ഷികളാണ്, കാരണം അവർക്ക് ഇനിയുള്ള രാഷ്ട്രീയ നിലനിൽപ്പ് വളരെ നിർണായകമാണ്. പ്രത്യേകിച്ച് ഈ ഏജൻസികളെയൊക്കെ ഉപയോഗിച്ച് വേട്ടയാടിയെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്ന ഒരു ഘട്ടത്തിൽ തിരിച്ചും അതേ വാൾമുന അവർക്ക് നേരെ ഉണ്ടാകാം. അതുകൊണ്ട് അവർ മരണപ്പാച്ചിൽ എല്ലാ കളികളും കളിക്കും. അതൊക്കെ നേരിടാനുള്ള പ്രാപ്തി ഇന്ത്യ മുന്നണിക്കുണ്ടോ യഥാർത്ഥത്തിൽ? അവർക്ക് പല ഘട്ടങ്ങളിൽ നമ്മളോട് തേടുന്ന കാര്യം ഞാൻ ചോദിക്കുന്നേ ഉള്ളൂ. ഒരു ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഇന്റേണലി ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാ വാതിലുകളും തുറന്നിടുക, പോവാനുള്ളവനൊക്കെ പോവട്ടെ. ഏതെങ്കിലും രീതിയിൽ ഇന്നലകളിലെ അധികാരത്തിന്റെ സൗകര്യങ്ങൾ അനുഭവിച്ച ആളുകൾ അത് അധികാരം കിട്ടാതിരിക്കുമ്പോൾ വെള്ളത്തിൽ നിന്ന് പുറത്തിട്ട മീനിനെ പോലെ പിടയ്ക്കുന്നുണ്ടെങ്കിൽ അത് പോകാം. അശോക് ചവാൻ വരെയുള്ള ആളുകൾ അങ്ങനെ തന്നെ പോയവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് ഇപ്പോഴുള്ളതൊരു കാമ്പാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ റിസോർട്ട് രാഷ്ട്രീയത്തിലേക്കും തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമില്ല. പോകുന്നവരൊക്കെ പോവട്ടെ, ഇന്ത്യയുടെ ജനാധിപത്യം തിരിച്ചു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ ഒരു പുലരിയാണ് ഇന്നത്തെ. തീർച്ചയായും ഇനിയുള്ള ഓരോ നിമിഷങ്ങളും ഒരുപക്ഷെ 44 ദിനങ്ങളിലായി നാം 7 ഘട്ടങ്ങളിലായി കാത്തിരുന്ന അതേ ഉത്സുകതയും ഉദ്വേഗ നിമിഷങ്ങളിലൂടെയുമാണ് കടന്നു പോകുന്നത്. കാരണം ഇതിൻ്റെയൊക്കെ ഫലപ്രാപ്തി സർക്കാർ രൂപീകരണമാണ്, പ്രധാനമന്ത്രി പദമാണ്. അവിടേക്കാരെത്തും. BJP കൂടി തുലാസിലായ ഘട്ടത്തിൽ ഇന്ത്യ മുന്നണി വിജയം നേടിയെങ്കിൽ പോലും മാജിക് നമ്പറിലേക്ക് സ്പർശിക്കാത്ത ഈ ഘട്ടത്തിൽ ആര് പ്രധാനമന്ത്രിയാകും? ആര് ഇന്ത്യയുടെ 24-ലെ സർക്കാർ രൂപീകരിക്കും? ഇനിയാണ് ഓരോ ബീപ് ശബ്ദവും കേട്ടുകൊണ്ട് ഇന്ത്യ കാതോർത്തിരിക്കുന്നത്. ആ അർത്ഥത്തിൽ തന്നെ നമ്മളും അതെ. കേരള വിഷൻ ന്യൂസ് ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു.